أنفسنا ومن سيئات من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا رسول أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صلى الله عليه وعلى آله وأصحابه وأتباعه تبارك وسلم تسليما كثيرا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ومن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخرى يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون صدق الله العظيم. قال النبي صلى الله عليه وسلم إذا دخل رمضان فتحت أبواب الجنان وغلقت أبواب النيران وسفلت مرضات الجان أو كما قال رب اشرح لي صدري ويسر لي واحلل عقدة من لساني അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യവും കരുണയും കൊണ്ട് നാം എല്ലാവരെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പൂർണ്ണമായ നിലയിൽ അല്ലാഹു തആല കബൂലാക്കണം. നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലും ഈ സദസ്സും ഇവിടെ പറയപ്പെടുന്ന കേൾക്കുന്ന കാര്യങ്ങളുമെല്ലാം അല്ലാഹുവിന് പൊരുത്തമായ നിലയിലാക്കി നമ്മളുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുത്താനും നാളെ പാരത്രിക ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായ ആളുകളുടെ കൂട്ടത്തിൽ ചേർന്ന് പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരേ നിലയിൽ ഒരുമിച്ച് കൂടി സന്തോഷിക്കാനും അല്ലാഹു തആല കാരണമായി കബൂലാക്കുകയും അതിനുള്ള മാർഗങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടിമകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കരുണയും ഔദാര്യവും ഉള്ളതാണ്. അല്ലാഹുവിന് അവന്റെ അടിമകളായ മനുഷ്യരോട് പൊതുവിൽ അല്ലാഹുവിനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളോട് പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ കരുണ, സ്നേഹം, അനുകമ്പ ഇതിനൊന്നും ഒരളവ് നിശ്ചയിക്കാൻ സാധ്യമേ അല്ല. അത്ര വിശാലമായ അളവില്ലാത്ത കാരുണ്യമാണ് അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്
അള്ളാഹുവിന്റെ അടിമകൾക്ക് ലഭ്യമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം, റഹ്മത്ത്, ഇത് അള്ളാഹുവിന്റെ അടിമകൾക്ക് നൽകുന്നതിന് പല വഴികളും അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. ഏതെല്ലാം വഴികളിൽ കൂടിയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മിലേക്ക് വന്നു ചേരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പേരിൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും ഗുണങ്ങളെ സംബന്ധിച്ച് പല ഭാഗത്തും പരിശുദ്ധമായ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്താണ്. ലോകത്ത് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു വെച്ച് അത് ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കി വച്ചിട്ട് ഇതെല്ലാം ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തി ജീവിതത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കുന്നതിനായി അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യന് ഇതെല്ലാം വിട്ടുകൊടുക്കുകയും ചെയ്തത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പേരിൽ ചെയ്തതാണ്. ഈ വസ്തുക്കളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചു വെച്ചു. അല്ലാഹു മനുഷ്യനെയും പടച്ചു. പക്ഷെ ഈ വസ്തുക്കളെ ഉപയോഗിക്കാനുള്ള പാകതയും അതിനുള്ള കഴിവും അതിനാവശ്യമായ യോഗ്യതകളും മനുഷ്യൻ അല്ലാഹു നൽകിയില്ലായിരുന്നുവെങ്കിൽ ഈ വസ്തുക്കൾ മുഴുവൻ പാഴായി പോകുമായിരുന്നു, ഒരു പ്രയോജനവും ഇല്ലാതെയാകുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ പടച്ചു വെച്ചത് ഈ വസ്തുക്കളെ. ഇത് നിങ്ങൾക്ക് ഉപയോഗത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ച് സന്തോഷത്തോടുകൂടി സുഖിച്ച് ജീവിക്കാനുമാണ്. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. എന്തെല്ലാം വസ്തുക്കളെ ഈ ഭൂമിയിൽ ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടോ ഇത് മുഴുവനും നിങ്ങളുടെ ഉപയോഗത്തിനാണ്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ മനുഷ്യരായ നിങ്ങൾക്ക് ഉപയോഗപ്പെടാത്ത ഒരു വസ്തുവും ഈ ലോകത്ത് ഞാൻ പടച്ചു വെച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു. ബാഹ്യമായ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഉപദ്രവകാരികളായ ധാരാളം വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ ഉപകാരത്തിനുള്ള വസ്തുക്കളെ കുറിച്ച് നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഉപദ്രവകാരികളായ വസ്തുക്കളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഈ ലോകത്ത്. നമ്മളുടെ അറിവിൽ അങ്ങനെയായിരിക്കും പെടുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗമുള്ളതാണ്. ബാഹ്യമായി ഒരു വസ്തു ഉപദ്രവകാരിയാണ് എന്ന് നമുക്ക് തോന്നുന്നെങ്കിലും ആ തോന്നുന്ന വസ്തുക്കളൊന്നും നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതായി വരാറില്ല. നമുക്ക് അതിൽ നിന്ന് ധാരാളം ഉപയോഗം കിട്ടാറുണ്ട്. ഇത് സാധാരണ നമ്മളെല്ലാം അറിയുന്ന അനുഭവിക്കുന്ന കാര്യമാണ്. ശക്തിയായിട്ടൊരു മഴ പെയ്യും, കോരി ചൊരിയുന്ന കുത്തി ഒഴുകുന്ന വലിയ മഴ. അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ഇങ്ങനത്തെ മഴകൾ ഈ ലോകത്ത് വർഷിപ്പിക്കാറുണ്ട്. മഴയിൽ കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം നൽകുന്നത്. അല്ലാഹു തന്നെ പറഞ്ഞു, ഞാൻ മഴയിൽ കൂടി നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളമാണ് തരുന്നത്. അത് നിങ്ങൾക്ക് കുടിക്കാനും നിങ്ങളെ പോലെയുള്ള ജീവികൾക്ക് കുടിക്കാനും പിന്നെ ഈ ഭൂമിയെ സജീവമാക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ വസ്തുക്കളും ഉണ്ടാക്കി തരാനും വേണ്ടിയാണ് ആകാശത്തിൽ നിന്ന് ഞാൻ ശുദ്ധമായ വെള്ളം ഇറക്കി തരുന്നത്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ ലിനുഹ്യിയ ബിഹി ബൽദതൻ മൈതൻ വനുസ്ഖിയഹു മിമ്മാ ഖലഖനാ അൻആമൻ വഅനാസിയ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ. ആകാശത്തിൽ നിന്ന് ശുദ്ധമായ വെള്ളം ഞാൻ ഇറക്കി തരുന്നു.
ശക്തിയായ നിലയിൽ മഴ വർഷിച്ച് വെള്ളം അല്ലാഹു തആല നൽകി. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. മഴയെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു, ആകാശത്തിന് ചിലപ്പോൾ ഇങ്ങനെ കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് വർഷിക്കും. അല്ലാഹുവിന്റെ വലിയ നിഅമത്താണ്. മഴയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഭാഗത്തും ഖുർആനിൽ പറയുന്നുണ്ട്, ഇത് റഹ്മത്താണ്. വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി. മഴയാകുന്ന അല്ലാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം, അതിനു മുമ്പ് അതിനെ അറിയിക്കാൻ വേണ്ടി, സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി നേരത്തെ തന്നെ തണുത്ത കാറ്റിനെ അല്ലാഹു തആല അയച്ചു തരും. ഈ കാറ്റടിക്കുമ്പോൾ ബോധ്യപ്പെടും എല്ലാവർക്കും ഇതിന്റെ പുറകെ മഴ വരുന്നുണ്ട്. സന്തോഷമാണ് എല്ലാവരും, വലിയ സന്തോഷമുണ്ടാക്കാൻ. ഇങ്ങനെ മഴയെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ പല ഭാഗത്തും അല്ലാഹുവിന്റെ റഹ്മത്ത് റഹ്മത്ത് എന്നെടുത്ത് പറയുന്നു. ഈ മഴ ശക്തിയായ നിലയിൽ മഴ വർഷിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, ഇത് റഹ്മത്താണ്, നിങ്ങൾക്ക് ഉപയോഗമാണ്, പ്രയോജനത്തിനാണ്. ഞാൻ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും കാരുണ്യത്തിന്റെയും പേരിലാണ് ഇത് വർഷിച്ചു തരുന്നത്. പക്ഷെ സാധാരണ നിലയിൽ നമ്മളുടെയൊക്കെ മനസ്സെന്തായിരിക്കും? ശക്തിയായ നിലയിൽ മഴ പെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമാണ്. ഇപ്പൊ മഴ പെയ്തല്ലോ, എത്ര ശക്തിയായിട്ട് എത്ര നേരമായി നോക്കിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ തടസ്സം വരുന്നതിന്റെ പേരിൽ നമ്മൾക്കത് പ്രയോജനകരമല്ല, ഉപദ്രവകാരിയായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാം. എന്നാൽ അല്ലാഹു പറയുന്നു, ഇത് പ്രയോജനത്തിനാണ്, റഹ്മത്താണ്. എപ്പോഴാ ഇതിന്റെ പ്രയോജനം മനസ്സിലാക്കുക? മനുഷ്യരുടെ സ്വഭാവം സാധാരണ നിലയിൽ എപ്പോഴും താൽക്കാലികമായി വളരെ പെട്ടെന്ന് ക്ഷണികമായ തന്റെ മുമ്പിൽ വരുന്ന ഉപകാരം, ഉപദ്രവം, ഇതൊക്കെയാണ് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പതിവ് എപ്പോഴും ദീർഘമായ നിലയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന് അറിയാവുന്നത് കൊണ്ട്, അല്ലാഹു തആല മുഴുവനും അറിയുന്നവനായതുകൊണ്ട് അതിന്റെ പിന്നീട് വരാനിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങൾ, പ്രയോജനങ്ങളെ കുറിച്ചാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. ശക്തിയായ നിലയിൽ മഴ പെയ്താൽ കാലങ്ങളോളം അതിന്റെ പ്രയോജനമുണ്ടാകും. ഭൂമിയിൽ വെള്ളം ശേഖരിക്കപ്പെടും. ഇന്ന് സാധാരണ നിലയിൽ നമ്മൾ പറയാറുണ്ട്, വേനൽക്കാലമാകുമ്പോൾ വെള്ളമില്ലാതെയായി, വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നു, പ്രയാസം വന്നു. എന്നാൽ എന്താ നമ്മൾ പറയുന്നത്? ഭൂമിയിൽ വെള്ളമില്ലാതെ ആയി എന്നുള്ളതല്ല പറയുന്നത്. ഈ വർഷം മഴ കുറവായിരുന്നു എന്ന് പറയും. മഴ പെയ്യേണ്ട സമയത്ത് ശരിയായ നിലയിൽ മഴ പെയ്യാത്തതിന്റെ പേരിലാണ് വെള്ളമില്ലാതെ ആയത് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ മഴ പെയ്യേണ്ട സമയത്ത് ശക്തിയായി മഴ പെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം നടക്കാത്തതിന്റെ പേരിൽ നമ്മൾ അത് ഉപദ്രവകാരിയായിട്ട് കണക്കാക്കും. ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും. പള്ളിയിൽ നിസ്കരിക്കാൻ വന്നു, പെട്ടെന്ന് ഓടി വന്നു, കൊടയെടുക്കാൻ മറന്നുപോയി, കൊടയെടുക്കാതെയാണ് വന്നത്. നിസ്കാരം കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ നമസ്കരിച്ചുകൊണ്ട് നിന്നപ്പോ ശക്തിയായ മഴ പെയ്യുന്നത് കേട്ട നിസ്കാരത്തിൽ തന്നെ നമ്മളുടെ മനസ്സിൽ വരും, പടച്ചവനെ ഇനി എങ്ങനെ തിരിച്ചു, മഴ മാറാതെ എങ്ങനെ തിരിച്ചു, ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ, കൊടയെടുക്കാൻ പറ്റിയില്ല. ഒരു നിസ്കാരം കഴിഞ്ഞ് സ്ഥലം വീട്ടിയിട്ട് പരസ്പരം അതാണ് ചർച്ച. കൊടയെടുക്കാൻ പറ്റിയില്ല, എനിക്ക് വീട്ടിൽ പണിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ നിന്ന് അത്യാവശ്യ കാര്യത്തിന് ഒരാൾ വന്നിരുന്നപ്പോ സാധനം വീട്ടിൽ ഇപ്പൊ വരും, അത് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്, കൊടയില്ലാതെ എങ്ങനെ പോകും, ആകെ കുഴഞ്ഞു, ബുദ്ധിമുട്ടാണ്. ആ പ്രയാസങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയും. അടുത്തയാളും ഇത് തന്നെ പറയും. നമസ്കാരത്തിലോ നമ്മുടെ നമസ്കാരവും അത് തന്നെ, നമസ്കാരത്തിലും ഇതേ ശ്രദ്ധ, ഇതേ ചിന്ത. പക്ഷെ അല്ലാഹു പറയുന്നു, റഹ്മത്താണ് നിങ്ങളുടെ മേൽ, അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിഞ്ഞോണ്ടിരിക്കുന്നു, കോരി ചൊരിയുന്നു. ഈ മഴ പെയ്ത് വെള്ളം ഭൂമിയിലേക്ക് വലിഞ്ഞാൽ ഭൂമിയിൽ വെള്ളം താഴ്ന്നതിന് ശേഷം അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ സസ്യങ്ങൾ, ചെടികൾ, മരങ്ങൾ, ധാന്യങ്ങൾ എല്ലാം മുളച്ചു വരുന്നത്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. അതുപോലെ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും കാലങ്ങളോളം ശേഖരിക്കപ്പെടുന്നത് ഈ മഴയുടെ പേരിലാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്താണിത് എന്ന് അല്ലാഹു ആവർത്തിച്ച് നമ്മളോട് പറയുമ്പോഴും അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നമസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഈ റഹ്മത്തിനെ ഉപദ്രവകാരിയാണ് നമ്മൾ ചിന്തിക്കുന്നത്.
മഴയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ബാക്കി അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം ആയിരിക്കും ചിന്തിക്കുക. അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരും. ഇതിന് എത്രയോ ഉദാഹരണങ്ങൾ പറയാം. ഇതൊന്നും ബാഹ്യമായിട്ടൊരു ഉപദ്രവകാരിയായിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നാത്ത വസ്തുക്കളാണ്. എന്നിട്ട് പോലും ഇതാണ് നമ്മുടെ ചിന്ത. നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഉപദ്രവകാരിയായ വസ്തുക്കളാണെങ്കിലോ വല്ല ഇഴജന്തുക്കളോ വിഷജീവികളോ കാട്ടുമൃഗങ്ങളോ ഇതിനെയൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ എന്താ പറയുക? അല്ലാഹു തആല ഇതിനെയൊക്കെ എന്തിന് പടച്ചു വെച്ചേക്കുന്നു എന്ന് പറയും. വീട്ടില് ലൈറ്റ് ഒളിപ്പിച്ചു പ്രകാശത്തിന് വേണ്ടി എല്ലാം ചെയ്തു വെച്ചു. രാത്രിയായപ്പോ അടുപ്പിന്റെ മുകളിലോ കിടക്കുന്ന റൂമിന്റെ മുകളിലോ കട്ടിലിന്റെ മുകളിലോ ഒരു പല്ലി അതിലെ നടന്ന ഇതിനെ അമ്മ എന്തിന് പടച്ചു എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് വേറെ ഒരു പണിയില്ല എന്നിട്ട് പടച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പണിയില്ല എന്നിട്ട് പടച്ചതല്ല. ഇവിടെ കാണുന്ന മുഴുവൻ വസ്തുക്കളെയും നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടിയാണ് പഠിച്ചത്. ഈ പല്ലിയിലും നിങ്ങൾക്ക് ഉപകാരമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അതിനെ കൊന്നു വന്നേക്കാം. വിഷജീവികളെ കണ്ടാൽ കൊല്ലണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു 5 സാധനങ്ങൾ. ഹറമിൽ പോലും അതിനെ കൊല്ലാമുണ്ട്. ഉപദ്രവകാരിയായ വിഷമുള്ള പാമ്പ്, തേള്, ഇതുപോലത്തെ വസ്തുക്കളെ ഒക്കെ എവിടെ വേണമെങ്കിലും കൊല്ലാം. പരിശുദ്ധമായ ഹറമിന്റെ അകത്തൊരു സാധനത്തെയും കൊല്ലാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, നിയമമാണ്. പക്ഷെ ഈ 5 വസ്തുക്കളെ ഹറമിൽ വെച്ച് കണ്ടാലും മസ്ജിദുൽ ഹറാമിനകത്ത് നമസ്കരിക്കാൻ പോയി ഇരിക്കുന്നു, കഅബയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഒരു പാമ്പ് വരുന്നതെങ്കിൽ അവിടെ വെച്ച് തല്ലിക്കൊല്ലാം. ആരോടും ചോദിക്കേണ്ട, പേടിക്കേണ്ട കാര്യമില്ല. കാരണം കൊല്ലാൻ അനുവാദമുണ്ട്. അപ്പൊ ഇങ്ങനെ ചില വസ്തുക്കളെ നമുക്ക് ഉപദ്രവകാരികളായി മനസ്സിലാക്കി നമ്മൾ അതിനെ കൊല്ലുന്നതായിരിക്കും. പക്ഷെ അള്ളാഹു പറയുന്നു, കൊന്നോ, അത് നിങ്ങളെ നേരിട്ട് ഉപദ്രവിക്കാൻ വരുമ്പോഴാണ് നിങ്ങൾക്ക് കൊല്ലാൻ അനുവാദം തന്നത്. കൊല്ലാൻ പാടില്ല എന്നങ്ങനെ ഞാൻ നിയമം വെച്ചിരുന്നുവെങ്കിൽ അള്ളാഹു അക്ബർ. ഓടി വന്ന ഒരു പാമ്പ് പള്ളിയിലേക്ക് കയറി നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കൈകെട്ടി ഓടിക്കൊണ്ട് നിൽക്കുന്നു. റുക്കൂഴിലേക്ക് പോയി സുജൂദിലേക്ക് പോകാൻ നേരത്താണ് പെട്ടെന്ന് ഒരു പാമ്പ് കയറി മുന്നിലേക്ക് വരുന്നത് എങ്കിൽ പാമ്പിനെ അടിച്ചു കൊല്ലാൻ നമസ്കാരത്തിന് കോട്ടമൊന്നും വരില്ല. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അടിച്ചു കൊന്നതെങ്കിൽ ഇല്ല, കുഴപ്പമുണ്ടാകും. വടിയെടുത്ത് കൊണ്ടുവന്നതിനെ തല്ലി കൊല്ലണം. വലിയ പാമ്പാണെങ്കിലോ നിസ്കാരം ഉദ്ദേശിച്ച് നീ കൊന്നതിന് നിസ്കരിച്ച അനുവാദം. അപ്പൊ ഇങ്ങനെ ഉപദ്രവകാരികളായ വസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ഉപകാരം എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് നിനക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല. ഇന്ന് ഇതൊന്നും നമുക്ക് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ശാസ്ത്രം വളരെ പുരോഗമിച്ച് ജന്തുശാസ്ത്രവും ഭൂമിശാസ്ത്രവും വാനശാസ്ത്രവും ഗോളശാസ്ത്രവും ഒക്കെ ശാസ്ത്രത്തിന്റെ എത്രയോ ശാഖോപശാഖകളായിട്ട് ഇന്ന് ആളുകൾ ഇതിനെക്കുറിച്ച് വലിയ ഗവേഷണം നടത്തി ഇത് മുഖേന ഉള്ള ഗുണങ്ങളെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ധാരാളമായിട്ട് പഠിച്ചവരാണ്. അതുകൊണ്ട് പിന്നെ ഇന്ന് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ഇങ്ങനത്തെ വസ്തുക്കളെ കുറിച്ച് ഒരുപാട് ചർച്ചയൊന്നും ചെയ്യാതെ വെറുതെ സൂചന മാത്രം പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഈ കാര്യങ്ങളെ കുറിച്ച് ശരിയായ നിലയിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ മെനക്കെടണം. അപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലാവുക. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകുന്നത് വെറുതെ അള്ളാഹുവിന്റെ കുദറത്തുകളെ കുറിച്ച് മനസ്സിലാക്കാതെ ചിന്തിക്കാതെ നിങ്ങൾ കടന്നു പോകുമ്പോഴല്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ബുദ്ധി ഉണ്ടാകുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇവിടെ പഠിച്ചു വച്ചിരിക്കുന്ന വസ്തുക്കൾ, ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നത് ബുദ്ധിയുള്ള ആളുകളാണെന്ന് അല്ലാഹു തആല പറഞ്ഞത്. ചിന്തിക്കുമ്പോഴേ ഉള്ളൂ ബുദ്ധി വരികയുള്ളൂ. യഥാർത്ഥ ബുദ്ധി വരുമ്പോൾ ഇതിന്റെ സൃഷ്ടാവിലേക്ക് മടങ്ങും. സൃഷ്ടികളിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടാവിലേക്ക് പോയി എത്തും. അങ്ങനെ എത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വസ്തുക്കളെല്ലാം പഠിച്ചു വെച്ചത്. നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് ചിന്തിക്കാതിരുന്നാൽ എന്റെ കുദറത്തിനെ എങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ എനിക്ക് കീഴ്പ്പെടാനും എന്നിലേക്ക് എത്താനും സാധിക്കും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം, ചിന്തിക്കണം. കാറ്റിനെ കുറിച്ച്, മഴയെ കുറിച്ച്, കടലിനെ കുറിച്ച്, കപ്പലിനെ കുറിച്ച്, കടലിൽ കപ്പൽ ഓടുന്നതിനെ കുറിച്ച്, ഭാരം കയറ്റി വെക്കുന്നതിനെ കുറിച്ച് എല്ലാം അല്ലാഹു തആല ഖുർആനിൽ സൂചിപ്പിക്കുന്നു. വിശദീകരിച്ച് പറയുന്നില്ല, ഇതെല്ലാം സൂചിപ്പിക്കുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ
والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يتفكرون. പരിശുദ്ധമായ റമദാനല്ലേ, ഖുർആനിന്റെ മാസമാണ്. നമ്മൾ അതുകൊണ്ടാണല്ലോ എവിടെയാണ് ഹാഫിളീങ്ങൾ ഖുർആൻ ഓതി നമസ്കരിക്കുന്നത് എന്ന് അന്വേഷിച്ച് തറാവീഹ് നമസ്കാരത്തിന് അവരുടെ പിന്നിൽ വന്ന് സമയം കൂടുതലായാലും പ്രയാസമുണ്ടെങ്കിലും ഒക്കെ നമ്മൾ കൈകെട്ടി നിൽക്കുന്നത്. വെറും ഖുർആൻ കേൾക്കാൻ മാത്രമുള്ളതല്ല, ഖുർആൻ പഠിക്കാനും ചിന്തിക്കാനുമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ചോദിക്കുന്നു, നീ എന്തേ ഇങ്ങനെ കൈ കെട്ടി നിന്ന് വെറുതെ ഒന്നും മനസ്സിലാകാതെ ഖുർആൻ കേട്ടോണ്ട് നിൽക്കുന്നു? എന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ നിനക്കൊന്ന് പഠിച്ച് ചിന്തിച്ചുകൂടെ? ചിന്തിക്ക്. നിന്റെ മനസ്സ് ഹൃദയത്തെ എന്തിനു നീ പൂട്ടി വെച്ചിരിക്കുന്നു? അല്ലാഹു ഖുർആൻ കേട്ടിട്ട് മനസ്സിലാകാതെ ചിന്തിക്കാതെ നിൽക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു തആല അവരോട് പറയുന്നത്, നിന്റെ മനസ്സ് ഖുർആൻ ഇറങ്ങാൻ സ്ഥലം കൊടുക്കാതെ നീ പൂട്ടി വെച്ചിരിക്കുകയാണല്ലോ. അഫല യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അല്ലാഹു ചോദിക്കുകയാണ് നമ്മളോട്. ആര് ചോദിച്ചിട്ട് കാര്യം? നമ്മൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ നമുക്ക് നേരമുണ്ടോ? പഠിക്കാൻ സമയം നമ്മൾ കൊടുക്കാൻ തയ്യാറാണോ? അഥവാ പഠിപ്പിച്ചാൽ അതിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ഇല്ല. ഖുർആൻ അത് ആർക്കോ ചില ആളുകൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് എന്ന് നമ്മളുടെ ധാരണ. അതിന് പള്ളിയിലെ ഉസ്താദന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ദർശനം പഠിക്കുന്നവരോ ആരെങ്കിലും ഒക്കെ കുറച്ചു പേര് പഠിച്ചോടും പോലെ നമ്മളെല്ലാം കൂടെ കിടന്ന് എന്തിനായി ഖുർആൻ പഠിക്കാൻ പോകുന്നത് എന്നാണ് നമ്മുടെ ചിന്ത. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്തോ? തിരിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? സാധാരണ നിലയിൽ സ്കൂളുകൾ, കോളേജുകൾ എത്ര ഉണ്ട്, എന്തെല്ലാം കോഴ്സുകൾ അവിടെ പഠിപ്പിക്കപ്പെടുന്നു. നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മുടെ മക്കൾക്ക് ഇതൊന്നും ആവശ്യമില്ല, അതൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ പഠിച്ചോട്ടെ, അവർ മനസ്സിലാക്കി പഠിച്ചോളും, നമ്മൾ എന്തിനാ ഇതിനു വേണ്ടി മനസ്സിടുന്നത് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. നിവൃത്തിയുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തെല്ലാം കോഴ്സുകളുണ്ടോ അത് മുഴുവനും നമ്മളും പഠിക്കണം, നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ജീവിതം സമയം ധരിച്ചു തരികയില്ല, അതിന്റെ പിന്നാലെ പോയാൽ നമുക്ക് ജീവിക്കാൻ ഒക്കില്ലാത്തതിന്റെ പേരിലാണ് കുറെ പഠിച്ചു കഴിയുമ്പോൾ നിർത്തിയിട്ട് മറ്റേതെങ്കിലും മാർഗങ്ങളിലേക്ക് തിരിയുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാം പഠിച്ചു. പക്ഷെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ചിന്ത പോലും നമുക്ക് ഒരിക്കലും വരാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ പാടില്ല. ചുരുക്കത്തിൽ അല്ലാഹു തആല അവന്റെ റഹ്മത്തിനെ കുറിച്ച് നമുക്ക് വിശാലമായ നിലയിൽ ഒരുപാട് കാര്യങ്ങളിൽ കൂടി പറഞ്ഞു തരുന്നു. നിങ്ങളുടെ മേൽ ഏറ്റവും ഉയർന്ന കരുണയും അനുഗ്രഹവും ഉള്ളവൻ ഞാനാണ്. എന്റെ കാരുണ്യത്തിന് തുല്യമായ നിലയിൽ ലോകത്ത് നിങ്ങളോട് ആരും കരുണ കാണിക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭത്തിൽ സഹാബാക്കളോട് പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയെ അറിയാവുന്നു. ഉമ്മയെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഉമ്മ നിങ്ങളോട് എങ്ങനെയാ പെരുമാറുന്നത്? ഉമ്മ പെരുമാറുന്നത് എങ്ങനെയാ? നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്താ കാരണം? അറിയുന്ന സമയത്തല്ല ഉമ്മ നമ്മളോട് പെരുമാറിയത്. ഉമ്മ യഥാർത്ഥത്തിൽ ഉമ്മയായി നമ്മളോട് പെരുമാറിയത് നമ്മളാരും അറിയുന്ന സമയത്തല്ല. നമുക്ക് അറിവ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാം സ്വന്തമാക്കി ചെയ്യുക. അറിവ് വരുന്നതിന് മുമ്പാണ് ഉമ്മ നമ്മളെ ശരിയായ നിലയിൽ പരിപാലിച്ചത്. ഉമ്മ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് നമുക്കിപ്പോ പറയാൻ സാധിക്കൂ. കാര്യം നമ്മളുടെ മക്കളെ, നമ്മളുടെ ഭാര്യമാര്, ആ മക്കളുടെ കള്ളന്മാരെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കണ്ടാലും ശരി നമ്മളുടെ ഉമ്മ ഇതുപോലെയാണ് നമ്മളോട് ചെയ്തത് എന്നൊരിക്കലും ചിന്തിക്കാറില്ല. അഴുക്കിലും കാഷ്ടത്തിലും മൂത്രത്തിലും ഒക്കെ കിടന്ന് കുളിച്ച് കിടക്കുന്ന നമ്മളുടെ കൊച്ചുമക്കളെ നമ്മളുടെ ഭാര്യമാര് സന്തോഷത്തോടു കൂടി എടുത്ത് നമ്മൾ മാറി നിൽക്കും. കാര്യം വാപ്പായ മക്കള് നമ്മളുടേതാ, ഉമ്മാക്ക് അവകാശമില്ല. അള്ളാഹുവിന്റെ നിയമം എന്താ? ശറഅത്തെ നിയമം എന്താ? മക്കൾ പിതാവിന്റെയാണ്. പിതാവിനോട് ചേർത്തേ മക്കളെ പറയുകയുള്ളൂ, മാതാവിനോട് ചേർത്ത് പറയുകയില്ല. മാതാവിനോട് ചേർത്ത് പറയുന്നത് മരണത്തിന് ശേഷമാണ്. മരിച്ചു കഴിഞ്ഞാൽ മാതാവിനോട് ചേർത്ത് പറയും. അവരുടെ അടുത്തൊക്കെ പോയിരുന്ന ഉസ്താദന്മാരെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ലേ? ചോദ്യം പറയും, ചോദ്യത്തിന് ഉത്തരം പറയാനൊക്കെ യാ അബ്ദുല്ലാഹ് ഇബ്നു അമത്തില്ലാഹ്. അവിടെ വെച്ച ഉമ്മയുടെ പേര് പറഞ്ഞ് ഉമ്മായെ ചേർത്ത് വിളിക്കുന്നത്. പിന്നെ മഹ്ശറയിൽ വെച്ച് ഉമ്മായെ ചേർത്ത് വിളിക്കും. മഹ്ശറയില് അല്ലാഹു തആല ആളുകളുടെ പേര് വിളിക്കുന്നത് ഉമ്മായെ ചേർത്താം. എന്താണെന്നറിയോ? ചിലപ്പോ ചില ആളുകൾക്ക് വാപ്പായ പറയാനൊക്കില്ല, നേരെ വാപ്പായിരിക്കില്ല. അപ്പൊ അവിടെ വെച്ച് പരസ്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഉമ്മയുടെ പേര് ചേർത്ത് വിളിക്കും. ഉമ്മ എല്ലാവരും പ്രസവിച്ചവരാണല്ലോ, പ്രസവിച്ച ഉമ്മയ, വേറെ തടസ്സമൊന്നുമില്ല. വാപ്പായെ കുറിച്ച് ദുന്യാവിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കാം. ആർക്കറിയാം വാപ്പാരാണെന്ന്? വാപ്പാരാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല, ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാരനായ ഒരാള് ആസിബിന് വായി അതോ വരീദ് മുഖേന രണ്ടിൽ ഒരാള് പേര് ശരിക്കും ഓർമ്മിച്ചു. മക്ക മുശ്രിക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒരുപാട് ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും സഹാബാക്കളെ കഷ്ടപ്പെടുത്തുകയും കളിയാക്കുകയും ഇങ്ങനെ അവിടുത്തെ പ്രമുഖനായിരുന്നു, പ്രധാനിയായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു, ഒരുപാട് മക്കളൊക്കെ ഉള്ള വലിയ ഉയർന്ന കുടുംബത്തിലെ ആളായിരുന്നു. അതുകൊണ്ട് നബി തങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചു. അവസാനം സഹി കെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇയാളുടെ സംഭവങ്ങൾ എടുത്തു പറഞ്ഞ് ഇവൻ ആരാണ്, ഇവന്റെ പ്രവൃത്തി എന്താണ്, ഇവന്റെ പ്രവൃത്തി കൊണ്ടുണ്ടാകാൻ പോകുന്നത് എന്താണ്, അവന് നാളെ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ശിക്ഷ എന്താണ്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞു, ഇവൻ ജാരസന്താനമാണെന്ന് അല്ലാഹു. ഇവൻ ഏത് വാപ്പായും ഉമ്മായും ചേർത്താണോ പറയുന്നത്, ആ വാപ്പാടെ മോനല്ല ഇത്, ജാരസന്താനമാണ്. ഖുർആനിലെ അല്ലാഹു തആല നിഷേധിക്കാൻ പറ്റുമോ? കാര്യം കടുത്ത മുശ്രിക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജീവനാന്ത ജന്മശത്രുവാണ്. സഹാബാക്കളെ എല്ലാവരും ഉപദ്രവിക്കുന്നവനാണ് എല്ലാ നിലയിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞപ്പോ അവനക്ക് നിഷേധിക്കാൻ പറ്റില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോട് നിഷേധിക്കാൻ പറ്റില്ല. ഇതിനെന്താ ചെയ്തത്? തന്റെ തിളങ്ങുന്ന വാള് ഊരി വീട്ടിൽ കൈ പിടിച്ച് നേരെ പോയി വീട്ടിലേക്ക് ഉമ്മാന്റെ അടുത്തേക്ക് പോയി. ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്റെ വാപ്പാരാണ്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ കഴുത്തെടുക്കുന്നു. കാരണം ഇവന് ഉറപ്പുണ്ട് അല്ലാഹ് പറഞ്ഞേക്കുന്ന ഹറാം പറഞ്ഞവനാണ്, ജാരസന്താനമാണെന്ന് അല്ലാഹ് വാക്കിനേക്കാൾ കൂടുതൽ അവനെ ഉറപ്പ് അല്ലാഹുവിന്റെ വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ചോദിച്ചു, ഉമ്മ വിറച്ചോണ്ട് പറഞ്ഞു, മോനെ വാപ്പ കച്ചവടത്തിനായിട്ട് വേറൊരു സ്ഥലത്ത് പോയിരുന്നപ്പോ വീട്ടിൽ ആളില്ലാതിരുന്നപ്പോ ഒരാൾ വന്നു, അയാളുമായി ബന്ധപ്പെട്ടതിലാണ് ഇവന്റെ വാപ്പ. ആദ്യത്തെ ലോകത്ത് വാപ്പായെ ഉറപ്പിച്ച് പറയാൻ പറ്റുക? വാപ്പായെ ഉറപ്പിച്ച് പറയണമെങ്കിൽ ഉമ്മ സാക്ഷ്യപ്പെടുത്തണം, ഉമ്മ പറയണം, എന്നാലേ തീരുമാനിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉമ്മയെ ചേർത്താ വിളിക്കും. അപ്പൊ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇവിടെ വെച്ച് ഉമ്മക്കല്ല മകന്റെ അവകാശം പിതാവിനാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് വിവാഹമോചിതയായി ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നു, ആ കൊച്ചിനെ കൊണ്ടുപോയി തള്ള വളർത്തി, പിതാവ് വേറെ ഏതോ വഴിക്ക് ഒന്നിലെ ഇട്ടിട്ട് പോയി, ഇല്ലെങ്കിൽ തലാക്കി വലി, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ആലോചിച്ചു പോയി, എങ്ങനെയും ആയിക്കോട്ടെ. ഈ കൊച്ചിനെ തള്ളയും തള്ളയുടെ ആൾക്കാരും കൂടി വളരെ കഷ്ടപ്പെട്ട് വളർത്തി 10-18 വയസ്സായപ്പോൾ ഇതിനെ വിവാഹം ചെയ്യണം, കെട്ടിക്കണം. അതുവരെയും ആരും അന്വേഷിക്കില്ല. കെട്ടിക്കാൻ നേരമാകുമ്പോൾ ആരെ അന്വേഷിക്കും? ഉമ്മ കെട്ടിച്ചു കൊടുക്കുവോ, അതോ മാമാമാര് കെട്ടിച്ചു കൊടുക്കുവോ? ഉമ്മയുടെ വാപ്പ ഉണ്ടെങ്കിൽ അവർ കെട്ടിച്ചു കൊടുക്കും? ആരും കെട്ടിച്ചു കൊടുക്കൂല. ആ സമയത്ത് 18 കൊല്ലം തിരിഞ്ഞു നോക്കാതെ എവിടെയാണെന്ന് ഒരു അഡ്രസ്സും ഇല്ലാത്ത വാപ്പായെ തിരക്കി പോകും നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ. ചിലപ്പോ അയാൾക്ക് പേടിയായിരിക്കും നിക്കാഹിന് വന്നിരിക്കാൻ, കാരണം ഉമ്മാർ കൊന്നു കളയുമെന്നുള്ള പേടി. അതുകൊണ്ട് വരാൻ ചിലപ്പോൾ തയ്യാറാവില്ല, ചിലപ്പോ ഇഷ്ടപ്പെടില്ല. അവസാനം പിന്നെ ഖാദിനെയും ഇമാമിനെയും ഒക്കെ അന്വേഷിച്ച് എന്തെങ്കിലും മാർഗമുണ്ടോ, അയാളെ ചിലപ്പോ ഇവിടെ കൊണ്ടുവരുന്നത് ഇവർക്ക് ഇഷ്ടമായിരിക്കില്ല, അതുകൊണ്ട് അയാളെ ഒഴിവാക്കിയിട്ട് നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ വല്ല മാർഗമുണ്ടോ? അന്വേഷിച്ച് നടക്കും. അപ്പോഴും അന്വേഷിക്കുന്നത് വാപ്പായ. കാരണം ഈ കുട്ടിയുടെ ബന്ധം പിതാവിനാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമം വെച്ചേക്കുന്നത്, പാല് കൊടുക്കുന്ന സമയത്ത് കുട്ടിയെ വളർത്താൻ മാതാവിന് അവകാശമുണ്ട്. അത് കഴിഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധിയാക്കാനൊക്കെ പറ്റുന്ന പാകത്തിന് വസ്ത്രം ധരിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ ആകുന്നത് വരെ തള്ള വേണമെങ്കിൽ വളർത്തിക്കും. പെൺകുട്ടിയാണെങ്കിൽ പ്രായപൂർത്തിയായി അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് വരെ വേണമെങ്കിൽ വളർത്തിക്കോ. അതിനുശേഷം വളർത്താനുള്ള ബാധ്യത പിതാവിനാണ്. ഇത്രയും കാലവും വളർത്തുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും
പാല് കൊടുക്കുന്ന സമയത്ത് തള്ളയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോലും അല്ലാഹു തആല പിതാവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വൽവാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളഅ വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. നമ്മളൊക്കെ ഇല്ലേ, പെണ്ണുങ്ങള് മക്കളെ പ്രസവിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലം പാല് കൊടുക്കണമെന്ന്. ഇപ്പം 2 കൊല്ലവും ആരും പാല് കൊടുക്കാറില്ല. പാല് കൊടുത്താലേ ഉമ്മായോടുള്ള ബന്ധം ഉണ്ടാവുകയുള്ളൂ, കുട്ടിയുടെ ജീവിതത്തിന് ആരോഗ്യകരമായ ജീവിതം ഉണ്ടാവുകയുള്ളൂ. അതിനാ അല്ലാഹു തആല നിയമം വെച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾക്കൊന്നും ആരോഗ്യമില്ല. കാരണം എന്താ? പാല് കൊടുക്കുന്ന സമയത്ത് കൊടുക്കൂല. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും കൊടുത്താലും നമ്മൾ ആ തള്ളമാരെ കുറിച്ച് അന്വേഷിക്കാറുണ്ടോ? പ്രത്യേകിച്ച് എന്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്ന തള്ളയാണല്ലോ, എന്റെ കുഞ്ഞിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഈ തള്ളയുടെ പാലിൽ കൂടിയാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞിന് ആവശ്യമായ മുഴുവൻ പോഷകങ്ങളും മുഴുവൻ പ്രോട്ടീനും ഈ തള്ളയുടെ പാലിൽ നിന്ന്, തള്ളയിൽ നിന്നാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ തള്ളയുടെ പാല് അത്ര പോഷകം നിറഞ്ഞതായിരിക്കണം. അതുകൊണ്ട് പാല് കൊടുക്കുന്ന കാലത്ത് തള്ളയ്ക്ക് അത്രയും പോഷകം നിറഞ്ഞ ആഹാരം കൊടുക്കൽ എന്റെ ബാധ്യതയാണെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കാറില്ല. ജനിച്ചു, പ്രസവിച്ചു, ആശുപത്രിയിലൊക്കെ ഒന്ന് കൊണ്ടുപോയി, വലിയ ചെലവൊന്നും ഇല്ലാത്ത ആശുപത്രി നോക്കും. വലിയ ചെലവില്ലാത്ത ആശുപത്രി കൊണ്ടുപോയി നോക്കാമെന്ന് 2 ദിവസമൊക്കെ എവിടെയെങ്കിലും ബെഡൊന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയി ഏതെങ്കിലും കട്ടിലിന്റെ അടിയിലോ വരാന്തയിലോ വിളിച്ചു കിടന്ന് പ്രസവിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്നാൽ തള്ളിയിട്ട് പോകും. പിന്നെ സാധാരണ ഉള്ള ആഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പറ്റൂല. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. ഖുർആനിന്റെ നിയമമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന സംവിധാനങ്ങളാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മളുടെ മാതാവ് നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് ആർക്കും ഇന്ന് അറിഞ്ഞുകൂടാ, ഇന്ന് ബോധ്യമില്ല. സ്വന്തം നമ്മളുടെ മക്കളാണ്, നമ്മളുടെ ഭാര്യ തന്നെ ഈ മൂത്രിച്ച് കാഷ്ടിച്ച് തൊട്ടിലുമെല്ലാം നാശമാക്കി കുളിച്ച് കിടക്കുന്ന ആ കുഞ്ഞിനെ നമ്മൾ ദൂരെ നിന്ന് നോക്കും, എന്നിട്ട് മൂക്ക് പൊത്തിട്ട് അടുത്തേക്ക് പോകില്ല, നമ്മൾ മാറിപ്പോകും. കിടക്കുന്ന റൂമിലാണെങ്കിൽ അന്ന് രാത്രി ആ റൂമിൽ കിടക്കാൻ തന്നെ നമ്മൾ മണപ്പിച്ചൊക്കെ നോക്കിയിട്ടേ വന്ന് കിടക്കുകയുള്ളൂ. രാവിലെ ഇവിടെ കിടന്നിട്ട് വല്ല നാട്ടു കൊണ്ടുവന്നു. അതേസമയത്ത് ഉമ്മ എന്ത് ചെയ്യും? നമ്മളുടെ സ്വന്തം ഭാര്യ എന്താ ചെയ്യുന്നത്? ഈ കുഞ്ഞിനെ പോയി ആ തൊട്ടിലോടുകൂടി അഴിച്ച് ചേർത്തെടുക്കും. ചിലപ്പോ ആ കാഷ്ടിച്ച് മൂത്രിച്ച് കിടക്കുന്ന ആ കുഞ്ഞിന്റെ അതേ ശരീരത്തിൽ ആ കാഷ്ടത്തിലായിരിക്കും ഉമ്മ വയ്ക്കുന്നത്. നമ്മളത് കണ്ടോണ്ട് നിൽക്കുകയാണ്. എന്നാലും നമ്മളുടെ മനസ്സിൽ വരികയില്ല, എന്റെ ഉമ്മ എന്നോട് വലിയ നിലയിലാണ് പെരുമാറിയത് എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതാണ് ഉമ്മായുടെ കാരുണ്യം, ഉമ്മായുടെ സ്നേഹം. ഈ സ്നേഹം ആരിൽ നിന്നും കിട്ടുകയില്ല ഈ ലോകത്ത്. ഉമ്മായുടെ സ്നേഹം, ഉമ്മായുടെ അനുകമ്പ, ഉമ്മായുടെ കാരുണ്യം ലോകത്തൊരു മനുഷ്യനക്കും വേറെ ആരിൽ നിന്നും കിട്ടുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാക്കൾക്ക് ഇത്രയും വലിയ സ്ഥാനം, ഉമ്മമാർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം. അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സ്വർഗ്ഗം നിന്റെ ഉമ്മായുടെ കാലിലുമല്ല, കാലിന്റെ താഴെയാണ്. തല മുതൽ കാല് വരെ എത്ര അവയവങ്ങളുണ്ട്? അല്ലാഹു പറഞ്ഞുകൂടെ, നിന്റെ ഉമ്മായുടെ തലയിലാണ്, തലയിൽ നിന്നെ കുറിച്ച് ചിന്തിച്ച് സ്വർഗ്ഗവാസി എന്ന് പറഞ്ഞാൽ നീ സ്വർഗ്ഗവാസിയാകും. നിന്റെ ഉമ്മായുടെ നാവിലാണ്, നിന്റെ ഉമ്മായെ കൊണ്ട് നീ സ്വർഗ്ഗവാസിയാകാനെന്ന് പറയിപ്പിച്ചാൽ മതി, ദുആ ചെയ്താൽ മതി. നിന്റെ ഉമ്മായുടെ കയ്യിലാണ്, നീ അങ്ങ് വാങ്ങിച്ചോ, ഉമ്മ നിന്നെ തടകി നീ സ്വർഗ്ഗവാസിയാണെന്ന് പറഞ്ഞ് വരം തന്നാൽ നിനക്ക് കിട്ടും. അല്ലാഹുവിന് പറഞ്ഞുകൂടെ? ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം പറഞ്ഞുകൂടെ? ഓട്ടെ, അങ്ങേയറ്റം കാലില്, നിന്റെ ഉമ്മായുടെ കാലിലാണ്, ആ കാലിൽ വീണ് നീ വാങ്ങിച്ചു, അല്ലെങ്കിൽ നിന്റെ ഉമ്മ കാലുകൊണ്ട് നിനക്ക് തോണ്ടി തന്നാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞുകൂടെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ ഒന്നുമല്ല, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരുടെ കാലിന്റെ കീഴിലാണ് സ്വർഗം. അപ്പൊ ഉമ്മയുടെ കാലില് വീണാലും പോരാ, പിന്നെ കാൽ കീഴിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ചവിട്ടി നിൽക്കണം. അപ്പോഴല്ലേ നമ്മൾ താഴെ കാൽ കീഴിലാവുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഉമ്മാക്ക് പൂർണ്ണമായ നിലയിൽ നമ്മളെ ചവിട്ടി താഴ്ത്തി നമ്മളുടെ പുറത്ത് നിൽക്കാനുള്ള അവകാശം കൊടുത്ത് ആ നിലയിൽ ഉമ്മാക്ക് നമ്മൾ കീഴ്പ്പെട്ട് കൊടുത്താലേ ഉള്ളൂ നീ സ്വർഗത്തിൽ പോകാൻ പറ്റുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മായെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. യഥാർത്ഥത്തിൽ ഉമ്മായുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബി വന്ന് ചോദിച്ചു, തങ്ങളെ മൻ അഹഖു ബി ഹുസ്നി സഹാബത്തി, ഞാൻ ആരോടാണ് ഏറ്റവും നല്ല നിലയിൽ ബന്ധപ്പെടേണ്ടത്? മൻ അഹഖു ബി ഹുസ്നി സഹാബത്തി,
ഞാൻ സഹവസിക്കുകയും ബന്ധപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്റെ മുഴുവൻ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് ഏറ്റവും പറ്റിയത്, ഏറ്റവും നല്ല നിലയിൽ പെരുമാറേണ്ടത് ആരോടാണ്? വേറെ ഹിമായത്തിൽ വരുന്നു അവരും. ഞാൻ ആർക്കാണ് ഉപകാരം ചെയ്യേണ്ടത്? ഉപകാരം ചെയ്യാൻ ആർക്ക് യോഗ്യതയുണ്ട്? എന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ നിലയിലുള്ള ഗുണം പറ്റാൻ യോഗ്യതയുള്ള ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക. അതിൽ ഈ ലോകത്ത് ഏറ്റവും പറ്റിയത് നിന്റെ ഉമ്മ. അദ്ദേഹം ചോദിച്ചു, സുമ്മമൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആരാ? ഇത് കഴിഞ്ഞിട്ട്, ഉമ്മ കഴിഞ്ഞിട്ട് പിന്നെ ആരാ? ഉമ്മായുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞിട്ട് പിന്നെ ആർക്കാണ് എനിക്കിവിടെ ഏറ്റവും ബന്ധമെന്നാ ചോദിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മുക. പിന്നെയും ബന്ധം നിന്റെ ഉമ്മാക്ക് തന്നെ, വേറെ ആർക്കും വരുന്നില്ല. അദ്ദേഹം ചോദിച്ചു മൂന്നാമത്, സുമ്മമൻ? ശരി, 2 പ്രാവശ്യവുമായി, 2 ബന്ധവുമായി, ഇനി അടുത്തത്, അതിനുശേഷം ഞാൻ ആരോട് ബന്ധപ്പെടണം? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക. മൂന്നാമതും നിനക്ക് യോഗ്യതയും ബന്ധവും ഏറ്റവും കൂടുതൽ എന്ന് പറ്റിയത് നിന്റെ ഉമ്മ തന്നെയാണോ? കുഴഞ്ഞല്ലോ, ഒന്നായി വേറെ ആർക്കും ഉപകാരം ചെയ്യാൻ പറ്റൂലേ? അദ്ദേഹം വിഷമിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അതും കഴിഞ്ഞിട്ട് 4മതെങ്കിലും ആർക്കെങ്കിലും അവകാശമുണ്ടോ? സുമ്മമൻ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ 3 ദറജയും കഴിഞ്ഞാൽ പിന്നെ നിന്റെ വാപ്പാക്ക് നീ ഉപകാരം ചെയ്തോ, പിന്നെ നീ ഉപകാരം ചെയ്യേണ്ടത് നിന്റെ പിതാവിനാണ്. അപ്പൊ ഉമ്മക്ക് 3 ഇരട്ടി അവകാശമാണ്. 3 പ്രാവശ്യം ഉമ്മയുടെ നേരെ നോക്കിയിട്ടാണ് വാപ്പായെ നോക്കാനുള്ള അവകാശം അല്ലാഹുവിന്റെ കീഴിൽ നമുക്ക് തരുന്നത്. എന്ന് പറഞ്ഞാൽ വാപ്പായെ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ നോക്കണ്ടെന്നോ, ഉമ്മയെ കണ്ടിട്ട് വാപ്പായെ തള്ളിക്കളയണമെന്നോ ഇതൊന്നുമല്ല. പറഞ്ഞു, നിന്റെ വാപ്പായെ തൃപ്തിപ്പെടുന്നത് നോക്കിക്കൊള്ളണം, ദേഷ്യം വരാതെ സൂക്ഷിച്ചോളണം. കാരണം നിന്റെ പിതാവിന്റെ വാപ്പായുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം നിലകൊള്ളുന്നത്. വാപ്പായുടെ കോപത്തിൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടാകും. അതുകൊണ്ട് വാപ്പായെ കോപിഷ്ഠനാക്കുക, ദേഷ്യപ്പെടുത്തുക, വെറുത്തുക ഇതൊന്നും പാടില്ല. അവകാശത്തിന്റെ കൂടുതൽ പറഞ്ഞതാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിൽ ഉമ്മ ഇത്രയും വലിയ അനുകമ്പ, ഉമ്മയുടെ സ്നേഹം വേറെ ആർക്കും തരാൻ പറ്റില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഈ ഉമ്മയുടെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾക്ക് ബോധ്യം വരുമല്ലോ. നിങ്ങൾ ഇതെല്ലാം ചിന്തിച്ചാൽ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാകും ഉമ്മ എത്ര വലിയ സ്നേഹവും കരുണയും ഉള്ളവളാണെന്ന്. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ വാലിദത്തി ശഖീഖത്തി ബിവലദിഹാ. അല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ വാലിദത്തി ശഖീഖത്തി ബിവലദിഹാ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് സഹാബാക്കളെ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് കണക്ക് പറയാൻ പറ്റുമോ? എനിക്ക് വിശദീകരിച്ചു തരാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ബോധ്യപ്പെടാൻ വേണ്ടി ഒരു മക്കളോട് ഏറ്റവും കൂടുതൽ അനുകമ്പയും സ്നേഹവും മമതയും കാരുണ്യവും എല്ലാം കാണിക്കുന്ന ഒരു ഉമ്മ ഉണ്ടല്ലോ, വളരെ ഉയർന്നത്. വെറും ഉമ്മ എന്ന് മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വാലിദത്തി ശഫീഖത്തി ബിവലദിഹാ. മക്കളോട് വളരെ കൂടുതൽ കരുണ കാണിക്കുന്ന ഒരു മാതാവ്. ഈ മാതാവ് താഴെ പോകും, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ചെറിയ ഒരു ലാഞ്ചനമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് അത്ര വിശാലമാണ്. ശരി, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഇത്രയും വിശാലതകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് നമ്മളുടെ ആരുടെയെങ്കിലും ഒരാളുടെ ഉമ്മയെ കുറിച്ചാണോ പറഞ്ഞത്? ഈ ലോകത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളായ അന്ന് മുതൽ ഇന്നോളം ജനിച്ച് ഇനി ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന മുഴുവൻ മക്കളുടെ ഉമ്മമാരെ കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ എല്ലാവരുടെയും കാരുണ്യത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ കരുണയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് വെറും മനുഷ്യരുടെ ഉമ്മമാരുടെ കരുണയല്ല. ലോകത്ത് അല്ലാഹു തആല ഏത് വസ്തുക്കളെ ഏതിൽ നിന്ന് പടച്ചിട്ടുണ്ടോ, ഏത് ജീവികൾ മക്കളെ മുട്ടയിട്ട് പ്രസവിച്ച് വളർത്തുന്നുണ്ടോ, അങ്ങനത്തെ മുഴുവൻ ജീവികളാകുന്ന ഉമ്മമാരുടെ. എത്ര കോഴിയാ ഒരു ദിവസം ഈ ലോകത്ത് ഉപയോഗിക്കുന്നത്? നാട്ടിൽ ഉപയോഗിക്കുന്ന, കൊച്ചിയിൽ മാത്രം ഉപയോഗിക്കുന്ന കോഴിയുടെ കണക്കെടുത്താൽ നമ്മൾ അന്തം വിട്ടുപോകും. റമദാൻ മാസം 30 ദിവസവും ഉപയോഗിച്ച കോഴിയുടെ കണക്കെങ്ങാനും ആരെങ്കിലും വെക്കുകയാണെങ്കിൽ അപ്പൊ ഒരു 10 വർഷത്തെ കണക്കെടുക്കുമെങ്കിൽ എത്ര കോഴി, എപ്പോഴാണ് കോഴിയാ ഉപയോഗിക്കുന്നത് ലോകത്ത്. ഈ കോഴിയെല്ലാം എത്രയോ മുട്ടയിട്ട് എത്രയോ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു. ഈ കോഴികൾ, മാതാവായ കോഴികൾക്ക് മുഴുവനുമുള്ള കാരുണ്യം.
അതുപോലെ ബാക്കി മൃഗങ്ങൾ നമ്മളെ അറുത്ത് തിന്നുന്ന മൃഗങ്ങളെ മാത്രം കണക്ക് കൂട്ടിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഇരിക്കട്ടെ. ആടും പോത്തും കാളയും എല്ലാം എത്രയായി ലോകത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാ മാതാക്കളും ഇങ്ങനെ എന്നും പ്രസവിച്ച് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുഴുവൻ മാതാക്കൾക്കുമുള്ള കാരുണ്യം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാട്ടുമൃഗങ്ങളും വിഷജന്തുക്കളും ഇഴജീവികളും എല്ലാം ഇതെല്ലാം അതിന്റെ കുഞ്ഞുങ്ങളോട് എത്ര കാരുണ്യം. ഒരു പാമ്പ് കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിച്ച് അടയിരിക്കുന്ന സമയത്ത് ആ പാമ്പിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയപ്പോ അറിയാം. പാമ്പ് മുട്ടയിട്ട് വിരിക്കാൻ വേണ്ടി അടയിരിക്കുന്ന സമയത്ത് ആ പാമ്പ് ഇരിക്കുന്ന മാളത്തിന്റെ അടുത്തേക്ക് ഒന്ന് മനുഷ്യൻ പോയി നോക്കി. അടയിരിക്കുന്ന സമയത്ത് അല്ലാതെ ഒരു പാമ്പിനെ കണ്ട മനുഷ്യനെ കാണുമ്പോൾ പാമ്പ് ഓടി എവിടെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. ഏതെങ്കിലും മാളത്തിലേക്ക് ഓടി കയറും. ഏതെങ്കിലും മാളത്തിന്റെ അടുത്താണെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കയ്യാലയുടെ ഉള്ളിലോ എവിടെയെങ്കിലും ഒരു കല്ലിന്റെ വിടവുണ്ടെങ്കിൽ ഓടി ചുണ്ടുകൂടി അതിനകത്തേക്ക് കയറും. അതേ സമയത്ത് മുട്ടയിട്ട് അടയിരിക്കുന്ന ഒരു പാമ്പിന്റെ അടുത്തേക്ക് നോക്കി ഓടുമെന്നറിയാം. അപ്പോഴാ മനസ്സിലാവുക, ചീറ്റിക്കൊണ്ട് അടുത്തേക്ക് വരുമ്പോ പ്രദേശത്തോടെ നടക്കാൻ സമ്മതിക്കില്ല. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി എവിടെയെങ്കിലും. പക്ഷെ ഓടാൻ തയ്യാറായിട്ട് വേണം പരിശോധിക്കാൻ. പരിശോധിക്കാൻ പോയി അവസാനം ആവർത്തിപ്പെടരുത്. എല്ലാ ജീവികളും ഇങ്ങനെയാണ്. വിഷജന്തുക്കൾ പോലും അതിന്റെ കുഞ്ഞുങ്ങളെ ഇത്ര കൂടുതൽ സൂക്ഷിക്കുക. എന്തിനാ ഒരു കോഴി നമ്മുടെ വീട്ടിലൊക്കെ അടവച്ചിരുന്നാൽ ആ കോഴി അടയിരിക്കുന്ന സമയത്ത് അടുത്തേക്ക് പോയാൽ ചാടി കൊത്താൻ വരും. അതേസമയത്ത് അല്ലാത്തപ്പോഴാണെങ്കിൽ ആ കോഴി നമ്മളെ കാണുമ്പോൾ ഓടും, പിടിക്കാതിരിക്കാൻ വേണ്ടി. എല്ലാ ജീവികളും ഇങ്ങനെ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ ജീവികളും അതിന്റെ മക്കളോട് കാണിക്കുന്ന ഈ കരുണ എന്ന് മുതൽ ആദം അലൈഹിസ്സലാമിന്റെ കാലം മുതൽ ലോകം പടച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ ചെയ്യുന്ന കരുണ, ഇതെല്ലാം അല്ലാഹുവിന്റെ കരുണയുടെ ചെറിയ ഒരു ലാഞ്ചനയാണ്. അള്ളാഹു വീതിച്ചിരിക്കുകയാണ്. എല്ലാ വസ്തുക്കൾക്കും കൂടി വീതിച്ചു കൊടുത്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. ഏത് റഹ്മത്താണ്? അള്ളാഹുവിന്റെ റഹ്മത്ത് അങ്ങനെ തന്നെ ഈ വസ്തുക്കൾക്ക് മുഴുവനും വീതിച്ചു കൊടുത്തിരിക്കുകയാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖ റഹ്മത ഫഖസമഹാ മിഅത ഖസ്മി വജസ്സഅഹാ മിഅത ജിസ്മി. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് എന്ന അള്ളാഹുവിന്റെ ഒരു സിഫത്തിനെ പഠിച്ചു. അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹു തന്നെ പറയുന്നുണ്ട് എപ്പോഴും എന്റെ റഹ്മത്ത് കോപത്തേക്കാൾ മുന്നിൽ നിൽക്കും. ഞാൻ ആരെയെങ്കിലും എവിടെയെങ്കിലും ലോകത്തെ നശിപ്പിക്കാൻ വിചാരിച്ചാൽ എനിക്ക് കോപമല്ല വരുന്നത്, ആ കോപത്തെ തടുത്തുകൊണ്ട് എന്റെ റഹ്മത്ത് അതിന്റെ മുന്നേ കയറി കളയും. അതുകൊണ്ട് ഞാൻ ആരെയും നശിപ്പിക്കില്ല. പിന്നെ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപടിയെടുക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതല്ലേ ചരിത്രം. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഈ ലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ള, അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആരാ ഉണ്ടായിരുന്നത്? 13 വർഷക്കാലം മക്കയിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ കഷ്ടപ്പെടുത്തിയില്ലേ ആളുകൾ? ഏതെല്ലാം തരത്തിൽ കഷ്ടപ്പെടുത്തി. അവസാനം 13ാമത്തെ വർഷം നാട്ടിൽ നിന്ന് നാട് കടന്നു. താമസിക്കാൻ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് പോകേണ്ടി വന്നു. അല്ലാഹുവിന്റെ ഭാഗത്ത് ഇവർക്ക് എന്തെങ്കിലും ശിക്ഷ ഉണ്ടായോ? 13 കൊല്ലം ഈ തരത്തിൽ ഉപദ്രവിച്ചിട്ട് മദീനയിൽ പോയി. മദീനയിൽ സ്വയം കൊടുത്തോ? മദീനയിൽ സ്വയം കൊടുത്തില്ലല്ലോ. മദീനയിൽ പോയപ്പോ ഇവര് പറവ നടന്നു ശല്യം ഉണ്ടാക്കാൻ വേണ്ടി. അവസാനം നിർബന്ധിതരായല്ലേ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ബദറിലേക്ക് വരേണ്ടി വന്നത്. ബദറിലേക്ക് വന്നു. വളരെ കുറഞ്ഞ സഹാബാക്കൾ വേറെ ലക്ഷ്യത്തിൽ വന്നു. അല്ലാഹു തആല അവരെ കൊണ്ടുപോയി ശത്രുക്കളുടെ മുന്നിൽ ഇട്ടുകൊടുത്തു. അല്ലാഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ വേറെ ലക്ഷ്യത്തിൽ തീരുമാനിക്കാതെ കൊണ്ടുവന്ന് വിട്ടതാണ്. കാരണം തീരുമാനിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വരാൻ തയ്യാറാവുകയില്ല. നിങ്ങൾക്ക് തമ്മിൽ ഭിന്നത വന്നതിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ടായി. കാരണം ബദറിലെ സഹാബാക്കൾ അത്ര നിരാരംഭരായിരുന്നു, അത്ര നിരാശ്രയരായിരുന്നു, ഒന്നുമില്ലാത്തവരായിരുന്നു. ആ സഹാബാക്കളെ കൊണ്ടുവന്ന് മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോഴും ഇവരുടെ ശല്യമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്രയും ഉപദ്രവം ചെയ്തവരുടെ പേരിൽ അല്ലാഹ് എന്ത് നടപടിയെടുത്തത്? ഒന്നും ചെയ്തില്ല. അല്ലാഹുവിനെങ്ങാനും കോപം വരുമായിരുന്നുവെങ്കിൽ നബി തങ്ങളോട് ഒരു വാക്ക് പറയാൻ വേണ്ടി നാവ് എടുക്കുമ്പോൾ തന്നെ അവൻ അപ്പോഴേ ഇടിവെട്ടി ചാവുക. ചെയ്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും നശിപ്പിച്ചില്ല. ബദറിൽ യുദ്ധത്തിന് വേണ്ടി വന്ന തങ്ങളോട് യുദ്ധം ചെയ്യാൻ നിന്ന് തിരിച്ചു പോകാതെ നിർബന്ധം പിടിച്ച് വാശി പിടിച്ച് നശിപ്പിച്ചിട്ടേ പോവുകയുള്ളൂ എന്ന് അബൂജഹൽ കൂട്ടൻ വാശി പിടിച്ച് നിന്ന സഹാബാക്കളോട് അങ്ങോട്ട് യുദ്ധത്തിന് തയ്യാറായതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയമാരെയൊക്കെ അവിടെ വെച്ച് കൊന്നത്. അബൂജഹലിനെയും കൂട്ടിയൊക്കെ അങ്ങനെ കുറെ ആളുകളെ 10-70 എണ്ണത്തിനെ അല്ലാഹു തആല അവിടെ വെച്ച് കൊന്നത്
എന്റെ പേരില്ല, അവരുടെ വാശിയുടെ പേരില്ല. അവർ തിരിച്ചു പോയിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ ഇതാ കാണിച്ചു തന്നത്. നമുക്കിപ്പം ബദർ തന്ന ഇതൊന്നും അല്ലത്. നമ്മളിപ്പം ബദർ നടത്താനിരിക്കുക. എന്തിനാ? സഹാബാക്കള് ഒട്ടിയ വയറുമായിട്ട് പോയി നമ്മള് അറിഞ്ഞ വയറാകാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും അല്ലെ? പള്ളികളിലൊക്കെ യുദ്ധം ഉണ്ടാക്കുന്ന എന്തിനാ? വയറ് നിറച്ച് ചോറ് തിന്നാൻ വേണ്ടി. ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര യുദ്ധം. സഹാബാക്കള് യുദ്ധം ചെയ്തത് ഒട്ടിയ വയറുമായി. എത്ര ഒട്ടിയ വയറുമായി? എഴുന്നേറ്റ് നിൽക്കാൻ നിവൃത്തിയില്ലാതിരുന്നിട്ട് ആഹാരത്തിന് വകയില്ലാതെ ആവനാഴിയുടെ കൈയിട്ട് നോക്കിയപ്പോ കിട്ടിയ 6-7 ഈത്തപ്പഴം കാരക്ക മാത്രം എടുത്ത് കയ്യിൽ വെച്ച് അത് തിന്നാൻ തുടങ്ങിയപ്പോഴാണ് ഒന്ന് തിന്നു, 2 തിന്നു, കുരു വലിച്ചെറിഞ്ഞു, 3-ാമത്തത് എടുത്ത് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശത്രുവിന്റെ ഭാഗത്തു നിന്ന് വലിയ ശബ്ദം കേൾക്കുന്നു. മുസ്ലിമീങ്ങൾ സഹായത്തിന് വിളിക്കുന്നത് കേട്ടത്. അദ്ദേഹം ബാക്കിയിരുന്ന കാരക്ക കുരുവോടുകൂടി അങ്ങനെ തന്നെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ 4 കാരക്കായും കൂടെ ഞാൻ തിന്നിട്ട് പോകാമെന്ന് ഓർത്താൽ എനിക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സമയം താമസിച്ചു പോകും. സഹാബാക്കൾ ഇതാ ചെയ്തത്. നമ്മൾ ഇന്ന് അടികൂടുന്നത് സഹാബാക്കള് ഒട്ടിയ വയറുമായി ശത്രുക്കളോട് പടവരുത്തി. നമ്മള് മിത്രങ്ങളോട് അടിയുണ്ടാക്കി ശത്രുത ഉണ്ടാക്കി പിരിഞ്ഞു പോകുന്നു. വയറുകൾ ഏതാരുടെയോ? ബദരീങ്ങൾക്ക്. ബദരീങ്ങള് റമദാൻ മാസത്തിൽ ബിരിയാണി വെച്ച് തിന്നാനാണോ ഇത്രയും പാടുപെട്ടത്? സഹാബാക്കളും അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഈ ഉമ്മത്തിനെ അല്ലാഹു തആല നേരായ വഴിയിൽ ചലിപ്പിക്കട്ടെ. ഈ ഉമ്മത്ത് മനസ്സിലാക്കണം, പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ ബദറിലേക്ക് കൊണ്ടുപോയതെന്ന്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളെ എന്തിനാ ബദറിൽ കൊണ്ടുവന്നതെന്ന് അറിയാമോ? ലോകത്ത് നിങ്ങളെ മോശക്കാരായി, ഒരു ഗതിയും ഇല്ലാത്തവരായി, നാട്ടിൽ നിന്ന് ഓടിക്കപ്പെട്ടവരായി, ആരുടെ മുമ്പിലും വിലയില്ലാത്ത അന്തസ്സില്ലാത്തവരായി ലോകം മുഴുവൻ നിങ്ങളെ കണക്കാക്കിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിസ്സാരന്മാരായി നിങ്ങളെ കണക്കാക്കിയിരുന്നപ്പോൾ അല്ലാഹു നിങ്ങളെ ബദറിലേക്ക് കൊണ്ടുവന്നിട്ടു. എന്തിന്? ലോകത്ത് നിങ്ങളാണ് അന്തസ്സുള്ളവരെന്നും അഭിമാനമുള്ളവരെന്നും അല്ലാഹുവിന്റെ ഇസ്സത്താണ് ലോകത്ത് നിലനിൽക്കുന്നത് എന്നും ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ബദറിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ടത്. അല്ലാഹു തആല പറഞ്ഞു, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസു ഫഅവാകും വഅയ്യദകും ബിനസ്രി. നമ്മളെന്തിനാ ബദർ ഉപയോഗിക്കുന്നത്? നമ്മളുടെ ഇസ്സത്ത് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാനാണോ? ലോകത്ത് ഇസ്ലാമിന്റെ ഇസ്സത്തിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണോ നമ്മൾ കാണിക്കുന്നത്? നാട്ടിന് കുഴപ്പമുണ്ടാക്കാൻ, നാട്ടിന് ഭിന്നിപ്പുണ്ടാക്കാൻ, കുടുംബങ്ങൾ തമ്മിൽ പിണക്കമുണ്ടാക്കാൻ, സ്നേഹിതന്മാർ തമ്മിൽ ഭിന്നിപ്പിലായി ശത്രുതയിലാകാൻ വേണ്ടിയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് ബദറിനെ? യഥാർത്ഥത്തിൽ ബദർ ഉപയോഗിക്കേണ്ടത് ലോകത്ത് ഇസ്ലാമിന്റെ ഇസ്സത്തിനെ വെളിവാക്കാൻ വേണ്ടിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടിയാ സഹാബാക്കളെ ബദറിൽ കൊണ്ടുവന്ന് വിട്ടത്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല അവരോട് പറയാതെ കൊണ്ടുവന്നത്? അല്ലാഹു തന്നെ പറയുന്നു, ഞാൻ പറയാതെയാ കൊണ്ടുവന്നത്. വലൗ തവഅതും ലഖ്തലഫ്തും ഫിൽ മിആദ്. പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വരാൻ തയ്യാറാവുകയില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ടുവന്നു. ബദറിൽ സഹാബാക്കൾ വന്ന് നിരാലംബരായി, നിരാശ്രയരായി, ഒന്നുമില്ലാത്തവരായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവരെയും ഒരു നടപടി എടുത്തില്ല. അല്ലാഹു തആല നടപടി എടുക്കുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ല കോപമാണ് മുൻകടന്നത് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം പോലും വിഷമിക്കേണ്ടി വരികയില്ലായിരുന്നു. എത്ര കാലം വിഷമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിനെ ലോകത്ത് മുഴുവൻ വിതരണം ചെയ്ത് ഏത് റഹ്മത്താണ് അതും കൂടെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു തആല അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന സിഫത്തിനെ പടച്ചിട്ട് അതിനെ 100 പകുത്തു. 1 2 ഒന്നുമല്ല, 100 പകുത്തു. 100 പകുത്തിട്ട് 99 ഭാഗവും അവിടെ വെച്ചിരിക്കുകയാണ്. അല്ലാഹു തആല കയ്യിൽ വെച്ചു. 100 1%, 100 ഭാഗം മാത്രം അല്ലാഹു തആല അല്ലാഹുവിന്റെ റഹ്മത്തിനെ വെച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും വിതരണം ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ സിഫത്തിന്റെ 100 അംശമാണ് ഈ ആദ്യം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അതാതിന്റെ കുഞ്ഞുങ്ങളോടും സഹോദരങ്ങളോടും സ്നേഹിതന്മാരോടും എല്ലാവരോടും കരുണ കാണിക്കുന്നത് ഈ ഒരു അംശം വെച്ചിട്ടാണ്. അത് വീതിച്ചു കൊടുത്തു.
അപ്പൊ ബാക്കി 99 റഹ്മത്തിന്റെ അംശവും കൂടെ കൂടി വന്ന് നമ്മൾ ആലോചിച്ച് നോക്കി എന്തായിരിക്കും അള്ളാഹുവിന്റെ പറഞ്ഞു, നാളെ ആഖിറത്തിൽ അല്ലാഹു തആല അവനെ അനുസരിച്ച് അവനെ വഴിപ്പെട്ട് ജീവിച്ച മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഈ 99ഉം ഇവിടെ വിതരണം ചെയ്ത ഒന്നും കൂടെ തിരിച്ച് അല്ലാഹു തആല എടുത്ത് 100 പൂർത്തിയാക്കി അല്ലാഹു തആല സ്വർഗ്ഗവാസികൾക്ക് കൊടുക്കും. അതാണ് അല്ലാഹു തആല സ്വർഗ്ഗത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്ന സ്ഥലത്ത് പലയിടത്തും പറയുന്നുണ്ട്. അല്ലാഹുവിനെ വഴിപ്പെട്ടവർ സ്വർഗ്ഗത്തിലാണെന്നല്ല അല്ലാഹു തആല പറയുന്നത്, ഫഫീ റഹ്മത്തില്ലാഹി അവർ സ്വർഗത്തിൽ നിന്നല്ല അല്ലാഹു തആല പറഞ്ഞത്, അവർ അല്ലാഹുവിന്റെ റഹ്മത്തിലായി. കാരണം സ്വർഗം ഈ 100 പൂർണ്ണമായ റഹ്മത്തിന്റെ അംശങ്ങൾ പൂർത്തിയായി. അല്ലാഹുവിന്റെ കാരുണ്യം എത്ര വിശാലമാണ്. അത് 100ൽ 1 ഇവിടെ വിതരണം ചെയ്തു, 100ൽ 1 ഭാഗം ഇവിടെ വിതരണം ചെയ്തതിന്റെ കാര്യമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും ഈ റഹ്മത്തിന്റെ കീഴിൽ വരുന്നതാണ്. ബാക്കി 99ഉം ആഖിറത്തിലേക്ക് അല്ലാഹു തആല മാറ്റി വെച്ചു. ഈ റഹ്മത്ത്, ഇത്ര വിശാലമായ ഈ റഹ്മത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു തആല അല്ലാഹുവിന്റെ അടിമകളോടുള്ള കരുണയുടെ പേരിലാണ് അല്ലാഹുവിലേക്ക് അല്ലാഹുവിന്റെ അടിമകളെ അടുപ്പിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ, മനുഷ്യരെ പടച്ചിട്ട് വെറുതെ വിട്ടിരിക്കുകയല്ല, അല്ലാഹുവിലേക്ക് ഇതിനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗതിയോ അല്ലാഹുവിൽ നിന്ന് അകലാൻ എന്താണ് വഴി എന്ന് നോക്കും. അല്ലാഹുവിന്റെ നിയമങ്ങൾ പറയുമ്പോൾ, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള പഴുത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. നിയമങ്ങൾ നമ്മളുടെ മുമ്പിൽ പറയുമ്പോൾ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും കൂട്ടുവഴികൾ, അല്ലാഹുവിന്റെ നിയമത്തിന് എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ, ഊരിയെടുക്കാനുള്ള വഴിയാണ് നമ്മൾ നോക്കുന്നത്. അല്ലാഹു നമ്മളെ വിടാതെ അല്ലാഹുവിലേക്ക് പിടിച്ചു ചേർക്കാൻ അല്ലാഹു തരുന്നു. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പേരിൽ ചേർക്കാൻ നോക്കുന്നത്, നമ്മളെ അകലാൻ നോക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 11 മാസം നമ്മളെ വിട്ടു തന്നിട്ട് അടുക്കുവോ നിങ്ങളെ നോക്കിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട നിലയിൽ നമ്മൾ അടുക്കാതെ വരുമ്പോൾ 12ാമത്തെ മാസം അല്ലാഹുവിലേക്ക് അല്ലാഹുവിന്റെ അടിമകളെ അടുപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന അതാണ് പരിശുദ്ധമായ റമദാൻ. ഈ റമദാൻ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റമദാൻ എന്തിനാ അല്ലാഹു തആല തരുന്നത്, എന്താണ് റമദാൻ നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ അതിന്റെ ഉള്ളെന്താണ്, അതിന്റെ പുരടെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ മാസം അതിന്റെ തുടക്കം അല്ലാഹുവിന്റെ റഹ്മത്താണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ പേരിൽ നിങ്ങളെ അല്ലാഹുവിലേക്ക് പിടിക്കുക. അല്ലാഹു നിങ്ങളെ വിടൂല, പിടിക്കുക. എന്താ അല്ലാഹു തആല ചെയ്യുന്ന റഹ്മത്ത്? നമ്മളെല്ലാം കാലങ്ങളായിട്ട് കേൾക്കാറുള്ളതാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തന്റെ ഹദീസ്, ഒരു റമദാനും ഒഴിവായി പോകാറില്ല ഇത് കേൾക്കാതെ. എന്താ നമ്മൾ കേൾക്കുന്ന ഹദീസ്? എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പാഠമുണ്ടായിരിക്കും. ഇങ്ങോട്ട് വേണമെങ്കിൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നു. നല്ല കാര്യം, പഠിക്കാൻ ഞാനും തയ്യാറാണ് പറഞ്ഞു തന്നെ. ഞാൻ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തന്നെ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, പരിശുദ്ധമായ റമദാൻ മാസം വന്നാൽ സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം അല്ലാഹു തആല തുറന്നു വെക്കും, നരകത്തിന്റെ വാതിലുകളെല്ലാം അടയ്ക്കും, പിശാചിനെ മുഴുവൻ പിടിച്ച് ചങ്ങലക്കിടും. എല്ലാവരും കേട്ടിട്ടുള്ള ഹദീസല്ലേ? ഏതെങ്കിലും റമദാനിൽ ഇത് കേൾക്കാതെ പോകാറുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 11 മാസം സ്വർഗത്തിന്റെ വാതിലൊക്കെ അടച്ചു വെച്ചേക്കായിരിക്കും. റമദാൻ ആകുമ്പോൾ അങ്ങ് തുറന്നിടും, റമദാൻ കഴിയുമ്പോൾ വീണ്ടും അടയ്ക്കും. നരകത്തിന്റെ വാതിൽ 11 മാസവും തുറന്നിട്ടേക്കും. എന്നിട്ട് റമദാൻ ആകുമ്പോൾ അങ്ങ് അടച്ചു പൂട്ടി താക്കോല് കയ്യിൽ വെച്ച് മലക്കുകൾ കാവലിരിക്കും. 11 മാസവും ഓടിക്കൊണ്ട് നടക്കും പിശാചല്ല. റമദാൻ ആകുമ്പോൾ പിടിച്ച് ചങ്ങലേറിട്ട് ബന്ധിച്ച് നിർത്തിയേക്കും. അനങ്ങാൻ പറ്റൂല. റമദാൻ കഴിയുമ്പോൾ വീണ്ടും ചങ്ങല അടിച്ചുവിടും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ചങ്ങല കെട്ടി പിശാചിനെ കെട്ടിയിട്ടേക്കുന്നത്? പിശാചി ഇവിടെയാണല്ലോ ഉള്ളത്, സ്വർഗത്തിലൊന്നുമല്ലല്ലോ. സ്വർഗത്തിന്റെ വാതിൽ തുറന്നാൽ കാണാൻ പറ്റില്ല, നരകത്തിന്റെ വാതിൽ അടച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. ശൈത്താൻ ഇവിടെയല്ലേ ഉള്ളത്? പിശാച് സ്വർഗത്തിലൊന്നുമല്ലല്ലോ, നരകത്തിലേക്ക് പോയിട്ടില്ല. ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ നരകത്തിൽ പോകുന്നുള്ളൂ. കാരണം ഖിയാമത്ത് നാൾ വരെ ഇവിടെ എന്തും ചെയ്തു കൂട്ടാൻ വേണ്ടി അള്ളാഹ് അനുവാദം കൊടുത്ത് വിട്ടേക്കുക. ഖാല റബ്ബി അൻസിർനി ഇലാ യൗമി യുബഅസൂൻ ഖാല ഇന്നക മിനൽ മുൻദരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅദൂം. ഖിയാമത്ത് നാൾ വരെ അള്ളാഹ് വിട്ടേക്കുക. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും പള്ളിയുടെ പുറകിലെങ്ങാനും പിടിച്ച് കെട്ടിയിട്ട് ശൈത്താൻ കിടന്ന് ഇങ്ങനെ കരയിൽ അഴിച്ചുവിടുന്നു പറഞ്ഞ് നടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ പരിശുദ്ധമായ റമദാനിൽ തുറക്കുമെന്ന് പറഞ്ഞാൽ
സ്വർഗത്തിന്റെ വാതിൽ ബാക്കി 11 മാസവും അടച്ചു വെച്ചിട്ട് റമദാൻ ആകുമ്പോൾ അമ്മ തുറക്കുകയല്ല ചെയ്യുന്നത്. സ്വർഗത്തിന്റെ വാതിൽ അമ്മ അടയ്ക്കുന്ന പതിവില്ല. സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടേക്ക് എപ്പോഴും പോകാം. സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോഴും അവിടെ എത്തിയിട്ട് സ്വർഗത്തിന്റെ വാതിൽ അല്ലാഹു തആല മലക്കുകളെ കൊണ്ട്, കാവൽക്കാരായ റിദ്വാൻ അലൈഹിസ്സലാമിനെ കൊണ്ടും മറ്റു മലക്കുകളെ കൊണ്ടും തുറപ്പിച്ച് ആളുകളെ അകത്ത് കയറ്റുകയല്ല ചെയ്യുന്നത്. വലിയ വലിയ സ്ഥലങ്ങളിൽ വെച്ചതിനല്ലേ, വലിയ കൊട്ടാരങ്ങളില് അല്ലെങ്കിൽ വലിയ ആളുകളുടെ സ്ഥലങ്ങളില് അവിടെയൊക്കെ എപ്പോഴും സെക്യൂരിറ്റി കാവലിരിക്കും, വാതിലും അടച്ച് ഗേറ്റും അടച്ചു പിടിച്ചുകൊണ്ട്. ആളുകൾ പോകുമ്പോ അല്ലെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തി ഓണടിക്കുമ്പോ വന്ന് നോക്കിയിട്ട് അകത്ത് വിടാൻ അനുവാദം ഉള്ളതാണെങ്കിൽ മാത്രം തുറന്നു കൊടുക്കും, അല്ലെങ്കിൽ പൂട്ടിയേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയല്ല വിടുന്നത്. അതുപോലെ ഓരോരുത്തരെയായിട്ട് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പതുക്കെ ഇങ്ങനെ ലൈനായിട്ട് നിർത്തി കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നാളെ വിടുന്നതും സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നു വെച്ചേക്കാണ്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹുവിനെ വഴിപ്പെട്ട ആളുകളെ മഹ്ശറിൽ കൂട്ടമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ലാഹു അക്ബർ. മാതാവും പിതാവും ഭാര്യയും ഭർത്താവും മക്കളും സഹോദരങ്ങളും കൂട്ടുകാരും സ്നേഹിതന്മാരും ദുനിയാവിൽ വെച്ച് പരസ്പരം നല്ല കാര്യത്തിന് വേണ്ടി കൂടിയവരും എല്ലാം നല്ല കാര്യത്തിന് വേണ്ടി കൂടി. നമ്മളിപ്പോ ഇവിടെ കൂടിയില്ല. അല്ലാഹു തആല ഇതിനെ സ്വീകരിക്കട്ടെ. ഈ മജ്‌ലിസിനെ അല്ലാഹു തആല ഇതിനെ കബൂലാക്കിയ. എനിക്ക് നിങ്ങളെ ആരെയും നിങ്ങളുടെ വീടോ കൂടോ ഒന്നും അറിയില്ല. ചില ആളുകളെ മാത്രം അറിയാം. ഇവിടെ പലപ്പോഴും വന്നതിന്റെ പേരിൽ കണ്ടു പരിചയമുണ്ട്. ചില ആളുകൾ എല്ലാം കടുപ്പത്തിന്റെ പേരിൽ പരിചയമുണ്ട്. കുറച്ച് പേരായിട്ട് ഇങ്ങനെ അറിയാം. എന്നാലും വീടും കൂടും കുടിയോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ കുറിച്ച് നിങ്ങൾക്കും അത്ര പോലും അറിയാമായെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളവർക്ക് മാത്രം അറിയാമായിരിക്കും. ഇങ്ങനെ എപ്പോഴും മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സാധനമാണ്. അങ്ങനത്തെ ഒന്നും ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ വന്ന് കൂടിയല്ലോ, ഈ കൂടിയ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ വരുമ്പോൾ ഓരോരുത്തരെയും തമ്മിൽ അല്ലാഹു പരിചയപ്പെടുത്തി തരും. എത്ര അകലത്തിൽ താമസിക്കുന്നവരാണെങ്കിലും അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിച്ചു, അല്ലാഹുവിന്റെ പേരിൽ ഒരാളുമായി ബന്ധം സ്ഥാപിച്ചാൽ നമുക്കെന്താ ബന്ധം? നിങ്ങളിവിടെ ഇരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് വേറെ ഒന്നിനു വേണ്ടിയല്ല. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുക, എന്നെ ആരും പിടിച്ചോണ്ട് പോകില്ല, ഞാൻ നിങ്ങളുടെ ആരുടെയും പുറകെ വരികയില്ല. ഒരു ബന്ധവുമില്ല. ബന്ധമെന്ന അല്ലാഹുവിനെ കുറിച്ച് പറയുന്നു, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നു, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നു, ദീനിന്റെ കാര്യം പറയുന്നു. ആ സ്നേഹം, ആ ബന്ധം, അത് കേൾക്കാം, ഇവിടെ ഇരിക്കാം, കൂടാമെന്നുള്ള ബന്ധം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദുനിയാവിന്റെ ഏത് ഭാഗത്തുള്ളവരും ആയിക്കോട്ടെ, അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിച്ചാൽ അവർ തമ്മിൽ കണ്ടിട്ടേ ഇല്ല, ഒരിക്കലും പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നാളെ മഹ്ശറയിൽ വരുമ്പോൾ അല്ലാഹു തആല ഇവരെ രണ്ടുപേരെയും പരസ്പരം കൂട്ടി കൊണ്ടുവന്നിട്ട് പറയും, ഇയാളെയാണ് എന്റെ പേരിൽ നീ സ്നേഹിച്ചിരുന്നത്. ലൗ അന്ന അബ്ദൈനി തഹാബാ ഫില്ലാഹ് വാഹിദുൻ ഫിൽ മശ്രിഖി വആഖറു ഫിൽ മഗ്രിബ് ഫജമഅ അല്ലാഹു ബൈനഹുമാ വയഖൂൽ ഹാദാ അല്ലദീ കുൻത തുഹിബ്ബു ഫിയ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടി പരിചയമില്ലാത്തവരെ തമ്മിൽ പരിചയപ്പെടുത്തും. ഒരേ മജ്‌ലിസിൽ കൂടി ആളുകളെ ഒരുമിച്ച് കൂട്ടും. ഒരുമിച്ച് കൂട്ടിയിട്ട് കൂട്ടത്തോടെ എന്തൊരു സന്തോഷമായിരിക്കും. ഇവിടുന്ന് നമ്മളിപ്പോ ഇത് കഴിഞ്ഞ 10 മിനിറ്റും കൂടെ കഴിഞ്ഞ എത്ര നേരം ഇരിക്കും? പോകാറായോ എല്ലാവർക്കും? പോകാറായില്ല. ഇരുന്നോളൂ. എത്ര നേരം ഇരിക്കും? മഗ്‌രിബ് പോലെ ഇങ്ങനെ ഇരുന്നാലോ? അത് പറ്റില്ല. വേഗം വിട്ടെ തന്നെ തിരിച്ച് നമുക്ക് പോയേക്കാൻ വീണ്ടും പോയ കൂടുതൽ ഇങ്ങനെ കൂടിയിരുന്ന നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും നാളെ ചേർക്കും. നാളെ ചേർത്തിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം കൂട്ടമായിട്ട് വരുമ്പോ എന്തൊരു സന്തോഷമാണ്. അന്ന് നമ്മളെല്ലാം ഈ മുഖം കണ്ടിട്ടുള്ള നമുക്കെല്ലാം പരസ്പരം പരിചയം വരും. അഥവാ പരിചയം വന്നില്ലെങ്കിൽ അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തും. ഇത് അന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി എന്റെ പേരിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് കൂടി ഒരേ സദസ്സിൽ ഇരുന്നവരാണ്. അല്ലാഹു തആല വിളിച്ച് ചോദിക്കും നാളെ മഹ്ശറയിൽ, ഐനൽ മുതഹാബൂന ബിജലാലി, ഐനൽ മുതഹാബൂന ബിജലാലി, ഐനൽ മുതജാലിസൂന ഫിയ, ഐനൽ മുതസാബിറൂന ഫിയ, ഐനൽ മുതഹാബൂന ഫിയ. അല്ലാഹു തആല നാളെ മഹ്ശറയിൽ വിളിച്ച് ചോദിക്കും, എന്റെ പേരിൽ പരസ്പരം വന്ന് കണ്ടവർ ആരൊക്കെയാ? എവിടെയാവരെല്ലാം? ദുനിയാവിൽ വെച്ച് എന്റെ പേരിൽ വന്ന് കാണാൻ പലരും തയ്യാറായല്ലോ.
അല്ലെ? ആളുകൾ വന്ന് കാണത്തില്ലേ? അവിടെ മുലാഖാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു, നമ്മുടെ വീടുകളിൽ കൂടെ വരുന്നു, കടയിൽ വരുന്നു, നമ്മൾ പോകുന്ന സ്ഥലത്ത് വരുന്നു, നമ്മൾ തൊഴിലെടുക്കുന്നിടത്ത് വരുന്നു, വഴിയിൽ നമ്മൾ നടക്കുമ്പോൾ, ചന്തയിൽ നമ്മൾ സാധനം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് ഒരു കാര്യം പറയട്ടെ, ഒന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല. റബ്ബർ വന്ന് വിളിച്ച് നമുക്ക് ദേഷ്യം വരൂരെ കാണുമ്പോ ഉമ്മാരിപ്പം നന്നാക്കാൻ നടക്കുന്ന ഒരു പുതിയ പാർട്ടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. കുറെ പൊട്ട ഹദീസുകളും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ദൈവായ ഹദീസ, പൊട്ട ഹദീസ, കുറെ ഫളായിലെന്ന് പറഞ്ഞ കിതാബ് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ ബോധം വരട്ടെ. നാളെ മഹ്ശറയിൽ അറിയാം, നാളെ മഹ്ശറയിൽ മനസ്സിലാക്കും എന്താ അള്ളാഹുവിന്റെ റഹ്മത്ത്. എന്തിനാ ചന്തയിൽ നിൽക്കുന്ന ഇവന്റെ പുറകെ അള്ളാഹു തആല എവിടെയോ കിടന്ന അള്ളാഹുവിന്റെ അടിമകളെ കൊണ്ടുവന്ന് വാന്ന് പറഞ്ഞ് വിളിക്കാൻ വിട്ടത്? അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്താണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്താണ്. ചിന്തിക്കാൻ നമുക്ക് ബോധമുണ്ടെങ്കിൽ, മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ, അള്ളാഹു തആല അതിനുള്ള ഭാഗ്യം നമുക്ക് തന്നാൽ അള്ളാഹുവിന്റെ നിഅമത്തിനെ മനസ്സിലാക്കും. ഞാൻ വഴിയിൽ പോകൂലായിരുന്ന ചന്തയിലെ എന്തെങ്കിലുമായിട്ട് അള്ളാഹു തആല അള്ളാഹുവിന്റെ അടിമകളെ ഏതോ നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടുക. പോ, എന്റെ ദാസന്റെ വഴിതെറ്റി പോകുന്നു, പോയി പിടിച്ചോണ്ട് പോകാൻ ഞാൻ വിടല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല കരുതയില്ലെങ്കിൽ ഇത് ചെയ്യൂ. നമ്മുടെ മക്കളെ എപ്പോഴാ നമ്മള് എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചു പോയാ, വീട്ടിൽ നിന്ന് ചാടിപ്പോയാ, ദേഷ്യപ്പെട്ടു പോയാ, തെറിച്ചു പോയി, ഇറങ്ങിപ്പോയി, കഞ്ഞി കുടിക്കാതെ, ആഹാരം കഴിക്കാതെ ഇറങ്ങിപ്പോയാ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടെ പോയവരെന്ന് പറഞ്ഞിരിക്കോ? അല്പമെങ്കിലും കരുണയുള്ള മാതാവോ പിതാവോ ആണെങ്കിൽ സമാധാനം വരികയില്ല കിട്ടാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ ഇതിനേക്കാൾ കരുണയുള്ളവനാ. അതുകൊണ്ടാണ് എവിടെയോ നാട്ടിൽ കിടക്കുന്ന ആളുകളെ വിളിച്ച് എന്റെ ഭാര്യ അയക്കുന്നത്. ചന്തയിൽ അള്ളാഹുവിനെ ചിന്തിക്കാതെ പോകുന്നവൻ, കച്ചവടത്തിൽ അള്ളാഹുവിനെ ചിന്തിക്കാതെ പോകുന്നവന്റെ പുറകെ അള്ളാഹു തആല വിടുന്നു. പോ, എന്റെ ദാസൻ ദേ പോകുന്നു, വഴിതെറ്റി എന്നിൽ നിന്ന് പിണങ്ങി പോകുന്നു, എന്റെ അടുക്കലേക്ക് വരാതെ അവൻ പോകുന്നു. റമദാൻ മാസം വന്നിട്ട് ഉപകാരം കിട്ടുമായിട്ട് അവൻ നോമ്പെടുക്കാതെ, നമസ്കരിക്കാതെ, സ്വർഗത്തിന്റെ അവകാശിയാകാതെ അവൻ നരകത്തിലേക്ക് പോകുന്നു. അവനെ വിടല്ലേ, പോയി പിടിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞ് അള്ളാഹു തആല പിടിച്ച് ആളെ കൊണ്ടുവന്ന് നമ്മുടെ അടുത്തേക്ക് വിടുന്നു. ഇതിനേക്കാൾ വലിയ റഹ്മത്ത് അള്ളാഹു തആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അള്ളാഹു തആല ഇതിനേക്കാൾ എന്ത് റഹ്മത്താണ് നമ്മളോട് ചെയ്യുന്നത്? ഇത് അള്ളാഹുവിന്റെ റഹ്മത്ത് അല്ലെങ്കിൽ പിന്നെ എന്താ ഇത്? അള്ളാഹു തആല എങ്ങനെ ആളെ വിളിച്ച് പറഞ്ഞുകൊള്ളൂ. അപ്പൊ ഇതൊക്കെ കാണുമ്പോ നമുക്ക് വിഷമം തോന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ വിളിച്ച് ചോദിക്കും, എന്റെ പേരിൽ പരസ്പരം സന്ദർശിക്കാൻ മുലാഖാത്തിന് വന്നവരെവിടെ? ഐനൽ മുതസാബിരീന ഫിയ ഐനൽ മുതഹാബ്ബൂന ഫിയ. എന്റെ വിഷയത്തിൽ പരസ്പരം എന്റെ പേര് പറഞ്ഞ് പരസ്പരം സ്നേഹിച്ചവരെവിടെ? എന്റെ പേര് പറഞ്ഞ് ഒരുമിച്ച് കൂടിയിരുന്ന ആളുകൾ എവിടെ? ഐനൽ മുതജാലിസൂന ഫിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ വിളിച്ചു ചോദിക്കും. അപ്പൊ നമുക്കൊക്കെ എഴുതി ഓടാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല കൂട്ടത്തിൽ അവന്റെ കരുണ കൊണ്ട് നമ്മളെല്ലാം പഠിച്ചു തരട്ടെ. അല്ലാഹുവോട് നമുക്ക് പറയാം, ഞങ്ങൾ ഒരുമിച്ചിരുന്നായിരുന്നു അൻസാർ മസ്ജിദില്. ഞങ്ങളും പടച്ചവനെ നിന്നെ കുറിച്ച് പറയാനും, നിന്നെ കുറിച്ച് കേൾക്കാനും, നിന്റെ റഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കാനും ഞങ്ങൾ ഒരുമിച്ചിരുന്നവരാണെന്ന് മനസ്സിൽ നമുക്ക് കൂട്ടമായിട്ട് എഴുന്നേറ്റ് പോകാം. അങ്ങനെ കൂട്ടമായിട്ട് നമ്മൾ പോകുമ്പോ അല്ലാഹു തആല പറയുന്നു, ഒക്കെ കൂട്ടത്തോടെ പോകും. കൂട്ടത്തോടെ. നിങ്ങൾ മാത്രമാണോ? നമ്മളെ മാത്രമല്ല വിടുന്നത്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെയും കൂട്ടാം, ഭാര്യ മക്കളെയും കൂട്ടാം, എല്ലാരെയും കൂട്ടാം. അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുക, പഠിച്ചവനെ ഈ കൂടിയിരുന്ന ആൾക്കാരെ സ്വർഗത്തിലേക്ക് നീ വിടുമ്പോ അവരെ മാത്രം വിടല്ലേ, അവർക്ക് പ്രയാസമുണ്ട്. ഭാര്യ ഒരു സ്ഥലത്ത്, മാതാവ് ഒരു സ്ഥലത്ത്, പിതാവ് വേറെ സ്ഥലത്ത്, മക്കള് വേറെ സ്ഥലത്ത്, അവർക്ക് വിഷമം ഉണ്ടാകും പഠിച്ചവനെ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് വിടും എല്ലാരെയും വിടും. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതി വഅദ്തഹും വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം വഖിഹിമുസ് സയ്യിആത് വമൻ തഖിസ് സയ്യിആതി യൗമഇദിൻ ഫഖദ് റഹിംതാ. എല്ലാം അല്ലാഹുവിന്റെ റഹ്മത്തിനെ ബന്ധിപ്പിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ കൂട്ടമായിട്ട് ആ സ്വർഗത്തിലേക്ക് പോകുന്നതെല്ലാം നമ്മുടെ ഈ കൂട്ടമായിട്ട് നമ്മുടെ ഭാര്യ മക്കളും അല്ലാഹു അക്ബർ മാതാപിതാക്കളും എല്ലാവരും സഹോദരങ്ങളും ഒക്കെ കൂടി വന്ന സ്വർഗത്തിലേക്ക് വന്ന എന്തായിരിക്കും അവസ്ഥ? സ്വർഗത്തിലേക്ക് പോകുമ്പോഴോ സ്വർഗത്തിലേക്ക് എത്തുമ്പോ സ്വർഗത്തിന്റെ വാതിൽ ഇങ്ങനെ തുറന്നായിരിക്കും. അടച്ചിട്ട് അവിടെ കാവൽക്കാരെ പോയി മുട്ടി വിളിച്ച് കാളിംഗ് ബെല്ല് കൊടുത്ത് അല്ലെങ്കിൽ ഫോൺ ചെയ്ത് വിളിച്ചൊന്നും തുറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാവൽ നിൽക്കേണ്ട, കയറിയാ മതി. പറഞ്ഞു, ഇങ്ങനെ കൂട്ടത്തോടെ ആളുകൾ വരും. സ്വർഗത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അൻസാർ മസ്ജിദിന്റെ വാതിൽ വരെയാണോ? 3-4 വാതില്, 8 വാതിലുകളുണ്ട് സ്വർഗത്തിന്. ഓരോ വാതിൽ അല്ലാഹു അക്ബർ മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ഉള്ള ദൂരം അകലമാണ്.
ചില ഹദീസുകളിൽ വരുന്നു 40 വർഷത്തെ വഴി ദൂരമാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ വാതിലിന്റെ ഒരു കട്ടിലപ്പടിയിൽ നിന്ന് ഒരാൾ നടന്നാൽ 40 വർഷം നടന്നാലേ ഉള്ളൂ അടുത്ത പടിയിൽ. 40 വർഷം എത്ര വിശാലത കാണും. അപ്പൊ ഇവിടെ ഏകദേശം ഒരു 40 വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു മനുഷ്യൻ നടന്ന ഒരു 10,000 കിലോമീറ്റർ നടക്കുമായിരിക്കും അല്ലേ? അതോ 100 കിലോമീറ്റർ നടക്കുള്ളൂ? എല്ലാവരും മയക്കത്തിലാണോ കേൾക്കുന്നുണ്ടോ പറയുന്നത്? എത്ര കിലോമീറ്റർ നടക്കാൻ പറ്റും ഒരു വർഷം ഒരാൾക്ക് നടന്നാ? എന്തായാലും 100 കിലോമീറ്റർ നടക്കാൻ പറ്റില്ലേ? മിനിമം 100 കിലോമീറ്റർ നടക്കുമെന്ന് തന്നെ കണക്ക് വെച്ചോളൂ. ഏറ്റവും താഴെ മിനിമം 100 കിലോമീറ്റർ നടക്കുമെന്ന് വെച്ചാൽ 40 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും? 4000 കിലോമീറ്റർ. നമ്മുടെ തലയിൽ കണക്ക് വരാൻ വേണ്ടി, ബോധം വരാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമുക്ക് ചിന്തിക്കാൻ അത്രേ പറ്റൂ. അതുകൊണ്ട് പറ്റണത്രയും ഒന്ന് ചിന്തിച്ചു നോക്കാം. ഏകദേശം 100 കിലോമീറ്റർ വെച്ച് വർഷം കണക്ക് കൂട്ടിയാൽ 4000 കിലോമീറ്റർ വീതിയുള്ള വാതിലാണ് സ്വർഗത്തിന്റെ ഓരോ. ഈ കുറഞ്ഞ കണക്ക് വെച്ച് നമ്മൾ കൂട്ടിയാലാണ് നടക്കുന്നത്. അത്രയൊന്നുമല്ല നടക്കുന്നത്. ഒരു വാതിലിന്റെ വീതി എത്രയാ? 4000 കിലോമീറ്റർ വീതിയുള്ള വാതിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഇത്രയും വിശാലമായ വാതിൽ അന്ന് ഞെരുങ്ങും. കല്യാണത്തിനൊക്കെ പോകുമ്പോ ഹാളിന്റെ വാതിൽ ഗേറ്റൊക്കെ ഇടിച്ച് പൊളിച്ചുകൊണ്ട് കയറുന്ന കണ്ടിട്ടില്ലേ താമസിക്കുമ്പോ? അപ്പൊ ഗേറ്റ് മൊത്തം തുറന്നിട്ടാലും ആളുകൾ ഇടിച്ചു കയറുമ്പോ ചിലപ്പോ ഗേറ്റിന്റെ കുറ്റിയെല്ലാം പറഞ്ഞു പോകും. അതുകൂടെ കൊണ്ടായിരിക്കും ചില ആൾക്കാർ പോകുന്നത്, കഴിക്കാൻ പോകുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുമായി സ്വർഗത്തിന്റെ വാതിലിൽ ഇത്രയും വിശാലമായ വാതിൽ നാളെ സ്വർഗവാസികൾ കടക്കുമ്പോൾ ആ വാതിൽ ഇടിഞ്ഞു പോകും, ഞെരുങ്ങും. അപ്പൊ എത്ര വലിയ കൂട്ടമായിട്ടായിരിക്കും കിടക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ അടിമകളായ എന്റെ ഉമ്മത്തികൾ മുഅ്മിനീങ്ങൾ, എന്നെയും നിങ്ങളെയും കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വേറെ ആരുമല്ല, നമ്മളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ. നമ്മളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തികൾ നോമ്പുകാരായ ആളുകൾ, നോമ്പ് പിടിച്ച് അള്ളാഹുവിന്റെ ഇബാദത്തിൽ അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിച്ച് കഴിയുന്ന ആളുകൾ നാളെ സ്വർഗത്തിൽ ഇത്ര വലിയ തിരക്ക് കൂട്ടി കടന്ന് വാതിന് പോലും പൊളിയാൻ ഭാഗത്തിന് ഞെരുങ്ങി കടന്നാലും സ്വർഗത്തിന്റെ കാവൽക്കാർ അറിയുകയും അവരറിയൂല. നമ്മൾ അകത്ത് കടക്കുമ്പോഴേ അവർ അക്കം വിട്ട് ഇത് എവിടുന്ന് വന്നു, ഇതെങ്ങനെ ഇവിടെ കയറിയെന്ന് അവർ തോന്നുന്നു. അറിയുക പോലുമില്ല. അല്ലാതെ തന്നെ സ്വർഗത്തിൽ കടക്കും. ഇതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. ഈ റഹ്മത്ത് നേടാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്റുൽ അവ്വൽ റഹ്മ നമ്മൾ പറയാറില്ലേ? അള്ളാഹുവിന്റെ റഹ്മത്തിന് ഈ റഹ്മത്ത് ചോദിക്കാനാണ് നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളെപ്പോഴാ ചോദിക്കുന്നത്? ഏതെങ്കിലും പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ ഫർദ് നിസ്കാരം കഴിഞ്ഞ് ഇമാമ് ദുആ എന്നിട്ട് അവസാനം ഇമാമ് തുടങ്ങി തന്നു അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് തുടങ്ങി തന്ന നമ്മൾ ഏറ്റുപാടും 3 പ്രാവശ്യം അല്ലാഹുമ്മ റഹ്മനി യാ. എവിടെയെങ്കിലും ഇമാമ് തുടങ്ങി തന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിക്കാം. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ 4 കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ചെയ്യാൻ പറഞ്ഞു. എന്താ 4 കാര്യങ്ങൾ? 2 അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ളതാണ്. 2 നിങ്ങൾ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അത്യാവശ്യവുമാണ്. ഒന്നേതാ? കലിമത്ത് തയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്ന് ഇസ്തിഗ്ഫാർ, ചെയ്തു പോയ പാപങ്ങൾക്ക് പൊറുക്കൽ തേടുക. അസ്തഗ്ഫിറുല്ലാഹ് അലീം, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ റബ്ബീ മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. ഏതെങ്കിലും ഇസ്തിഗ്ഫാർ സമയമുള്ളത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞോളി. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അഅ്ബുദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തഖറതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തിഗ്ഫാറിൽ ഏറ്റവും ഉയർന്നതാണിത്. ഇത് പറയാം, ഇത് ധാരാളമായിട്ട് പറയും. പിന്നെ സ്വർഗത്തെ ചോദിക്കുക, നരകത്തിൽ നിന്ന് കാവൽ തേടുക. ഇത് 2 നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത നിങ്ങളുടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് ചോദിച്ചു. അത്യാവശ്യമുള്ള സാധനം എത്ര പ്രാവശ്യം ചോദിക്കും? അത്യാവശ്യമുള്ള സാധനമാണ്. കിട്ടുന്നവരെ ചോദിക്കോ? 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകുമോ? ഇനി ചോദിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു.
അത്യാവശ്യമായിട്ട് വീട് പണിത് പാലുകാത്തിന് ദിവസം നിശ്ചയിച്ചു. നാളെ രാവിലെ വീട്ടിൽ കയറി താമസിക്കാൻ തീരുമാനിച്ചിരിക്കും. കറണ്ടിന് അപേക്ഷ കൊടുത്തിട്ട് 2 മാസമായി വരെയും എത്ര പ്രാവശ്യം ഓഫീസിൽ പോകും? ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും കറണ്ട് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് എത്ര ആളുകൾ എടുക്കാൻ പോകും? ഏതെല്ലാം എഞ്ചിനീയറെ കാണും? അവസാനം മിനിസ്റ്ററെ എങ്കിലും കാണാൻ വേണ്ടി ഇവിടുന്ന് മെനക്കെട്ട് തിരുവനന്തപുരത്ത് പോകും. ആരെയെങ്കിലും വിളിച്ചോണ്ട് അയാളെ കാണാൻ പറ്റുന്ന ഈ അതോ കളഞ്ഞാ കരുതെങ്കിൽ തിരക്ക് അപേക്ഷ കൊടുത്തേക്ക് ഈ നരകൾ കാത്തിരിക്കുവോ? നമ്മളോ ഏറ്റവും നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത 2 കാര്യമാണ് സ്വർഗത്തെ ചോദിക്കലും നരകത്തിൽ നിന്ന് കാവൽ തേടലും എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? നിസ്കരിക്കാൻ പോകുമ്പോൾ നിസ്കാരം കഴിഞ്ഞു ഫർള് നമസ്കാരത്തിന് ശേഷം ഇമാമ് തുടങ്ങി തന്ന വലിയ പാടുപെട്ട് 5 നേരം 3 പ്രാവശ്യം പറഞ്ഞ സമാധാനമായി നമുക്ക് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഹദീസിലും ഈ ദുആ ഇങ്ങനെ പറയാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എവിടെ നിന്ന് വന്നു അല്ലാഹുവേ? എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കലിമത്തു തയ്യിബ ധാരാളമായിട്ട് നിങ്ങൾ പറയും. പരിശുദ്ധമായ റമദാനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദിക്ർ പെരുപ്പിക്കുക അഫ്ളൽ ദിക്റാണ്. ഇത് നിങ്ങൾ പെരുപ്പിക്കുക. ദിവസവും എപ്രകാരം ഖുർആൻ ഓതുന്നു, എപ്രകാരം കൂടുതൽ നമസ്കരിക്കുന്നു, എപ്രകാരം കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നു, ഇതേപോലെ പരിശുദ്ധമായ കലിമയുടെ ദിക്ർ 100, 200, 500, 1000, 10000 പ്രാവശ്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ കൂടുതൽ പറ. അതുപോലെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ദിവസവും റമദാനിൽ സാധാരണ ദിവസം 100ഉം 200ഉം രാവിലെയും വൈകിട്ടും ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന പതിവുള്ളവരാണെങ്കിൽ റമദാനിൽ അതല്ല പെരുപ്പിക്കുകയും 500ഉം 1000ഉമായിട്ട് നിങ്ങളുടെ ഇസ്തിഗ്ഫാർ പെരുക്കട്ടെ. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കടയിൽ ഇരുന്നാലും പറയാം, കമ്പോളത്തിൽ നിന്നാലും പറയാം, വീട്ടിൽ ജോലി ചെയ്താലും പറയാം. അടുക്കില്ലാത്ത എല്ലാ സ്ഥലത്തും വെച്ച് മുതലപ്പുരയുടെ കക്കൂസിലോ അല്ലാതെ ഇരുന്നോ അല്ലാഹുവിന്റെ ദിക്ർ പറയാം. കടയിലിരിക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര പ്രാവശ്യം നമുക്ക് ദിക്ർ പറയാം, എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ സമയമുണ്ട്. അത് പെരുപ്പിക്കാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ സ്വർഗ്ഗത്തെ ചോദിച്ചുകൊണ്ടിരിക്കുകയും നരകത്തിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടിരിക്കുകയും നമുക്ക് അതുപോലും നമ്മുടെ ആകെ തൃപ്തരാണ്. ദിവസം ഒരു 15 പ്രാവശ്യം പറഞ്ഞ ഒരുപാടായില്ലേ? പെരുത്ത് ചെയ്യാനല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളിപ്പോ എത്ര ചെയ്തു? 15 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ലേ? സല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ് ഒരു 15 പ്രാവശ്യം ദിക്ർ വേണ്ടി പെരുത്തു. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ദിക്ർ പെരുത്തില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദിക്ർ പെരുപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കും പരിശുദ്ധമായ റമദാൻ ഇനിയും ദിവസം ബാക്കിയുണ്ട്. ദിവസം ഒരു 100, 200, 500, 1000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദിക്ർ ചൊല്ലാൻ. അതുപോലെ ഇസ്തിഗ്ഫാർ എപ്പോഴാ സമയം കിട്ടുന്നെങ്കിൽ അതിന് രാവിലെ വൈകുന്നേരം ഒന്നും നോക്കണ്ട, രാത്രിയോ പകലോ ഒന്നും നോക്കേണ്ടതില്ല. രാവിലെയും വൈകുന്നേരം പതിവായി ചൊല്ലുന്നവർ അത് ചൊല്ലിക്കൊണ്ടിരിക്കും. അതിന്റെ കൂട്ടത്തിൽ രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് അല്ലാഹുവിനോട് പൊറുക്കൽ തേടി. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിനോട് അത്താഴത്തിന്റെ സമയത്ത് പൊറുക്കൽ ചോദിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ പ്രത്യേക അടിമകളാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. നല്ല ആളുകളുടെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞു അത്താഴ സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിനോട് പൊറുക്കൽ തേടുന്നവരാണ്. നമുക്കിവിടെ അത്താഴം കഴിക്കാൻ പോലും നേരം കിട്ടും. തറാവീഹ് നിസ്കാരം കഴിഞ്ഞു പോയാൽ വല്ലതും കഴിച്ചിട്ട് കിടന്നാൽ യാ അല്ലാഹ് സുബഹിയുടെ ഭാഗങ്ങാനും ചെവിയിൽ അടിച്ചാൽ എഴുന്നേറ്റ് വരുമെന്നല്ലാതെ അറിയുക പോലും ഇല്ല അത്താഴത്തിന്റെ സമയം. റമദാനിൽ അത്താഴത്തിന്റെ സമയം ഇസ്തിഗ്ഫാറിനുള്ള സമയമാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അത്താഴത്തിന്റെ സമയത്ത് അല്ലാഹുവിനോട് പൊറുക്കൽ തേടും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലി എല്ലാ സമയത്തും അല്ലാഹുവിനോട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്ന വഅഊദു ബിക മിനൻ നാർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ ഗളബിക വൻ നാർ. ഈ ദുആ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളുടെ നാവിൽ അല്ലാഹുവിന്റെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മളുടെ പാപത്തെ കുറിച്ച് അല്ലാഹുവിനോട് പൊറുക്കൽ തേടുന്ന ഇസ്തിഗ്ഫാർ, സ്വർഗ്ഗത്തെ നരകത്തെ ചോദിക്കുന്ന പതിവ് റമദാനിൽ നമ്മളുടെ നാവിൽ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കട്ടെ. അതുകൊണ്ട് വേറെ സംസാരങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഇത് വന്നാൽ ഇത് ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം അല്ലാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അത് നിങ്ങൾ നേടിയെടുക്കണം. നേടിയെടുത്തേ പറ്റൂ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ സമയം നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന റഹ്മത്ത് ആദ്യത്തെ 10 റഹ്മത്ത്, രണ്ടാമത്തെ 10 മഗ്ഫിറത്ത്, മൂന്നാമത്തെ 10 എഴുത്തിന്റെ ആണെന്നാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 10ന്റെ റഹ്മത്ത് ഇപ്പൊ തീർന്നല്ലേ? ഇനി ഒരു ദിവസം കൂടെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ റഹ്മത്ത് കൂട്ടി വെക്കും. സ്വർഗത്തിന്റെ വാതിൽ കൂട്ടും എന്ന് പറഞ്ഞത് മാറിയാണ് നമ്മൾ അതിനല്ലേ മനസ്സിലാക്കി വെച്ചേക്കുന്നത്.
അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നു വെക്കുമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള മാർഗങ്ങളിലേക്ക് അല്ലാഹു തആല അല്ലാഹുവിന്റെ അടിമകളെ വലിച്ചു ചേർക്കും. അതിനുള്ള വഴികൾ അല്ലാഹു തആല ഉണ്ടാക്കി വെക്കും. എന്ത് ചെയ്യും അല്ലാഹു തആല? പരിശുദ്ധമായ റമദാനിൽ ശൈത്താന്റെ ദുർബോധനങ്ങൾ നമ്മളിൽ കൂടുതൽ വലിക്കാതെ അല്ലാഹു നമ്മൾക്ക് പ്രത്യേകം കാവൽ ഏർപ്പെടുത്തും. അല്ലാണ്ട് ശൈത്താനെ പിടിച്ച് ചങ്ങലയിൽ കിട്ടില്ല. എത്ര ചങ്ങലയുണ്ടെങ്കിലാ, എത്ര ചങ്ങലയുണ്ടെങ്കിലാ. രണ്ടാമത് ചങ്ങലയിൽ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാലോ ശൈത്താനൊക്കെ ശൈത്താന്റെ മക്കളെ ജനിപ്പിക്കുന്നതിന് വലിയ താമസമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാച് ശൈത്താൻ ആണും പെണ്ണും ഇണചേരുകയല്ല ചെയ്യുന്നത്. ആണ് തന്നെ അല്ലെങ്കിൽ പെണ്ണ് തന്നെ സ്വന്തമായ നിലയിൽ അവരുടെ രണ്ട് കാലുകളെ അല്ലാഹു തആല ഇണചേരാൻ വെച്ചേക്കുന്നു. അതിൽ ഇണചേർന്ന് മക്കളെ ഇങ്ങനെ ഉണ്ടാക്കി ഓരോ ദിവസവും ആളെ മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എണ്ണം തികയാതൊന്നും വരില്ല പിശാചിന്റെ മക്കൾക്ക്. അപ്പൊ ഒരുത്തനെ പിടിച്ച് ചങ്ങല കിട്ടാനും ബാക്കിയുള്ളവരെ എല്ലാം കൂടെ പറഞ്ഞു കിട്ടാൽ മതി. അപ്പൊ അങ്ങനെ അല്ലാഹു തആല പിടിച്ചു കെട്ടാൻ ചങ്ങലയുമായിട്ട് മലക്കുകളിങ്ങനെ ഓടി നടക്കുകയൊന്നുമല്ല പിശാചിനെ കെട്ടാൻ. പൈശാചികമായ ദുർബോധനങ്ങൾ മനുഷ്യരുടെ ഹൃദയത്തിൽ ശരിക്കും വലിക്കാതിരിക്കാൻ അല്ലാഹു പ്രത്യേകം കാവലേർപ്പെടുത്തും. എന്നിട്ട് സ്വർഗത്തിലേക്കുള്ള വഴികളിൽ മനുഷ്യനെ അല്ലാഹു അടുപ്പിക്കും. അടുത്തു വരുന്നവനെ അല്ലാഹു തആല അടുപ്പിക്കും. വരാത്തവനെ അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല വിളിച്ചു വരുത്തും. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. ദിവസവും അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് വിളിച്ചു പറയാ. ഹൃദയത്തിൽ പള്ളിയിൽ പോയി മലക്കൾ വിളിച്ചു പറയുന്നത് ഒക്കില്ല, ബാങ്ക് വിളിക്കുന്നത് മതി. ആരും ഈ പള്ളിയിൽ പോയി ഇങ്ങനെ ചെറിയോർത്ത് രാത്രി എങ്ങാനും മുന്നേക്കരുത്. മലക്ക് വിളിച്ചു പറയുമല്ലോ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്ബിൽ. പുതിയ ബാങ്ക് കേൾക്കാൻ വേണ്ടി ആരും കാത്തു നിൽക്കരുത്, കേൾക്കില്ല. എവിടെയാ വിളി? മലക്കുകളുടെ വിളി ഉൾവിളിയാണ്. നമ്മളുടെ മനസ്സിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയുന്നു. നന്മ ചെയ്യാൻ വിചാരിക്കുന്നവൻ കൂടുതൽ ചെയ്യുക. നിസ്കാരത്തിന്റെ സമയം ബാങ്ക് കേൾക്കുന്നു. ബാക്കിയുള്ള മാസങ്ങളിൽ ബാങ്ക് കേട്ടാൽ അനക്കമില്ല. പക്ഷെ റമദാനായി കഴിയുമ്പോൾ ബാങ്ക് കേട്ട ഏത് മനുഷ്യൻ നോമ്പിലാണെങ്കിൽ നോമ്പുകാരനാണെങ്കിൽ അവനൊക്കെ ചെറിയ ഇളക്കമുണ്ട്. നിസ്കാരം നടന്നില്ല, പോയേക്കാം, പള്ളിയിൽ പോയി ജമാഅത്തായിട്ട്. ഇച്ചിരി കൂടുതൽ ഈമാനുള്ളവരാണെങ്കിൽ ബാങ്കിന് മുമ്പേ തന്നെ ഇപ്പൊ ബാങ്ക് കൊടുക്കും. സമയം നോക്കിക്കൊണ്ടേയിരിക്കും. ബാങ്കിന് സമയമായ നോക്കിക്കൊണ്ടേയിരിക്കും. ഇത് എവിടെ നിന്നാ വരുന്നത്? അല്ലാഹു തആല മനസ്സിൽ മലക്കുകളെ കൊണ്ട് വിളിച്ചു പറയുകയാണ്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. ഓ പള്ളിയിലേക്ക് മുന്നേറ്. എന്തെല്ലാം ഖൈർ നിനക്ക് അല്ലാഹു തആല വെച്ചിരിക്കുന്നു, നേടിക്കോ എന്ന് പറഞ്ഞ് വയാ ബാഗിയ ശർരി അഖ്സിർ. തെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നവൻ ഒന്ന് നിർത്ത്. റമദാൻ മാസം അങ്ങനെയല്ലേ? നമ്മളൊക്കെ എന്തെല്ലാം തെറ്റ് ചെയ്യുന്നവരാ. റമദാൻ ആകുമ്പോൾ നോമ്പ് പിടിച്ചോണ്ട് എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുമ്പോ വേണ്ട. പല ആൾക്കാരും പല കാര്യങ്ങളും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്താൻ വേണ്ടി റമദാൻ മാസമാകും മാറ്റി വെക്കും. ഈ മാസം ഒന്ന് കഴിയട്ടെ, അടുത്ത മാസം ചെയ്തേക്കാം ഒരു മാസം. എന്താ കാരണം? അല്ലാഹു തആല മലക്കുകളെ കൊണ്ട് ഉൾവിളി ഉണ്ടാക്കുന്നു. നരകത്തിന്റെ വാതിൽ അടച്ചു വെക്കുമെന്ന് പറഞ്ഞ ഇതാർത്ഥം. നരകത്തിലേക്ക് പോകുന്നതിനുള്ള മാർഗങ്ങളെ അല്ലാഹു തആല ഇല്ലാതെയാക്കി നമ്മളെ അതിൽ നിന്ന് പിന്തിരിക്കും. ഇദാ ദഖല റമദാൻ ഫുതിഹത് അബ്വാബുൽ ജിനാൻ വഗുലിഖത് അബ്വാബുൻ നിറാൻ വസുഫിദത്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പേരിൽ ചെയ്യുന്നതാ. അതാ പരിശുദ്ധമായ റമദാനിന്റെ ആരംഭത്തിൽ തന്നെ അല്ലാഹുവിന്റെ റഹ്മത്ത് തുടങ്ങുന്നു. ഇത് തീരുന്നില്ല. റമദാനിന്റെ ഓരോ ദിവസം കടക്കുന്തോറും റഹ്മത്ത് വിശാലമായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ റഹ്മത്തിന്റെ വിശാലതയാണ് റമദാനിന്റെ രണ്ടാമത്തെ പത്താകുമ്പോൾ അല്ലാഹു നമ്മളുടെ പാപങ്ങളെ പുറത്തു തരാനുള്ള തീരുമാനമെടുക്കും. ഏത് പാപവും പുറത്തു തരാൻ അല്ലാഹു തആല തീരുമാനമെടുക്കും. അവസാനത്തെ പത്താകുമ്പോൾ നമ്മളെ ഒന്നുമില്ലാതെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചേക്കാൻ അല്ലാഹു തീരുമാനമെടുക്കും. ഇത് റഹ്മത്തിന്റെ പേരില്ല. അല്ലാണ്ട് 10 കൊണ്ട് റഹ്മത്ത് തീർന്നു പോകില്ല. നമ്മളിപ്പോ നാളെ ഇവിടെ പറഞ്ഞ അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അടുത്ത റമദാനിൽ ഒന്നാണ്. അതുവരെ അല്ലാഹുവിന്റെ റഹ്മത്ത് അവിടെ ഇരിക്കട്ടെ. വേണ്ട, 10 ദിവസം ചോദിച്ചില്ല. അതുപോലെ ഇനി അടുത്ത 10 ദിവസം അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ ഇങ്ങനെ പള്ളിയിൽ നിന്ന് പറയുമ്പോൾ കേട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. കൊടുക്കാൻ രണ്ടാമത്തെ 10 തീരുമ്പോൾ മൂന്നാമത്തെ 10 ആകുമ്പോൾ ആ പരിപാടി നിർത്തി. പിന്നെ ഇനി എന്ത് കൊടുക്കാനോ എല്ലാം പുറത്തു ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിർത്താനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറക്കുന്നതിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞതാണ്. വിശാലമായ നിലയിൽ നമുക്ക് നൽകുന്നത്. ഇതെല്ലാം അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ പേരിലാണ്. ആ റഹ്മത്തിലാണ് അല്ലാഹു തആല ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. നമ്മൾക്ക് പരിശുദ്ധമായ റമദാൻ നൽകിയതും റമദാനിൽ അല്ലാഹു തആല നമുക്ക് നിലകൊള്ളാൻ ഭാഗ്യം നൽകിയതും റമദാനിൽ ഈ ഇബാദത്തുകൾ കുറച്ചെങ്കിലും ചെയ്യാനുള്ള ഭാഗ്യം നൽകിയതുമെല്ലാം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പേരിലാണ്. ഈ റഹ്മത്താണ് അല്ലാഹു തആല റമദാനിന്റെ ആരംഭം മുതൽ നമ്മളുടെ പേരിൽ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞ റഹ്മത്തിന്റെ 100-1 ഭാഗങ്ങളാണ്. ഇതും കൂടെ ചേർത്ത് നാളെ ആഖിറത്തിൽ
100% കാമിലായ അള്ളാഹുവിന്റെ റഹ്മത്ത് നേടാനാണ് അള്ളാഹു തആല ഈ റഹ്മത്ത് നമുക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലതയെ കുറിച്ച് മനസ്സിലാക്കാനും ആ റഹ്മത്ത് അള്ളാഹുവിനോട് ചോദിച്ച് നേടിയെടുത്ത് നാളെ ഖിയാമത്ത് നാളിൽ പൂർണ്ണമായ അള്ളാഹുവിന്റെ റഹ്മത്തായ ജന്നാത്തുൽ ഫിർദൗസിൽ എല്ലാവർക്കും ഒത്തുചേരാനും ആ റഹ്മത്തിൽ അള്ളാഹു തആല നമ്മളെ എല്ലാം കടത്തി അതിനു മുമ്പ് തന്നെ ഹൗദുൽ കൗസറിൽ നിന്ന് ധാരാളമായ നദിയിൽ കുടിച്ച് സന്തോഷിച്ച് ദാഹമില്ലാത്തവരായ സ്വർഗ്ഗത്തിൽ ഹിസാബില്ലാതെ കടക്കാനും സന്തോഷിക്കാനും കൂടാനും അള്ളാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിന്റെ കരുണ കൊണ്ട് നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല അവന്റെ റഹ്മത്തിന്റെ തീരുമാനം അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളുടെ മേലും നടപ്പിലാക്കി എല്ലാവർക്കും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.